ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആഴ്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സുരജ് സർ, ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും ഈ വീക്കിലത്തെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ഇന്ന് ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മിനിറ്റിലെ ഒരു പെർഫോമൻസിൽ ആദ്യം ഒരു നേട്ടത്തിലേക്ക് എത്തിയിരുന്നു. എഗെയിൻ 24,800 എന്നുള്ളൊരു നില ടച്ച് ചെയ്ത ശേഷം വീണ്ടും അവിടെ നിന്ന് ഒരു താഴേക്കുള്ള ഒരു ഇടിവാണ് ഇപ്പോൾ നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ RBI MPC യോഗ തീരുമാനങ്ങളും ഡിസംബറിൽ വരാനിരിക്കുന്ന റേറ്റ് കട്ട് സാധ്യതകളും ഒക്കെ തന്നെ വീണ്ടും 24,800 എന്നുള്ള ഒരു ലെവലിലേക്ക് നിഫ്റ്റി 50 എത്തിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സെക്ടറൽ ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റും നമ്മൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കണ്ടതാണ്. ഏതായാലും ഹാൻഡ് ഓവേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 വർഷത്തിനിടെ ആദ്യമായിട്ട് അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗണിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പക്ഷേ US വിപണികളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു റെക്കോർഡ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാർ, മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്? ജാസ്മിൻ, ആഫ്റ്റർ എന്താ പറയുക ഒരു ബ്രേക്ക് അല്ലേ, നമ്മൾ ഇന്നലെ ഒരു അവധിക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്ത് നിന്നും ഒരുപാട് അവധികൾ ഉണ്ടായിരുന്നെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു അവധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജാസ്മിൻ, ഇതിൽ ഞാൻ ഒറ്റ നോക്കിയിരുന്നൊരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നവരാത്രിക്ക് ഒന്നാമത് എസ്പെഷ്യലി എന്താ പറയുക ഒരു നമുക്ക് GST2 അല്ലെങ്കിൽ GST റേറ്റ് കട്ടിന് ശേഷം എങ്ങനെയാണ് ഈ നവരാത്രി സെയിൽസ് സ്പാൻ ചെയ്യണത്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ സാധാരണ നമ്മൾ ഈ കേരളൈറ്റ്സിന് അല്ലെങ്കിൽ നമുക്ക് മലയാളീസിന് നമുക്കിരിക്കുമ്പോൾ എൻവിസാജ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്ത്യയുടെ ഫെസ്റ്റീവ് സീസൺ എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ സെയിൽസ് ഉണ്ടാക്കും. നമുക്ക് ഈ ഓണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവർക്ക് എൻറ്റയർ ഇന്ത്യ അത് വരുന്നത് എന്നുള്ള. അപ്പോൾ എസ്പെഷ്യലി ദിവാലി, നവരാത്രി, ഈ വക സെയിൽസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഇന്ത്യൻ കൺസംഷൻ സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരുമാതിരി മാർക്കറ്റ് തീർച്ചയായിട്ടും ഈ ഫിഗേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കിയിരുന്നത്. ഇപ്പം നവരാത്രി സെയിൽസ് ഫിഗർ വരുമ്പോഴേ ഈ നവരാത്രിക്ക് വരുന്ന സെയിൽസ് വിൽ ബി സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ എ ബമ്പർ ദിവാലി. ഇപ്പൊ നവരാത്രി നന്നായിട്ട് തുടങ്ങി എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദിവാലിയിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഹയർ ആണെന്നാണ് സാധാരണ പറഞ്ഞു വെക്കുന്നത്. ബട്ട് ഇപ്രാവശ്യം എങ്ങനെ വരും എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ GSTയുടെ റേറ്റ് കട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ എന്ത് വന്നാലും ശരി സാധനങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും കുറയും. കാരണം എന്താ, ഒരു സാധനത്തിന്റെ ഒരു ഗുഡ്സിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇടുന്ന പ്രൈസിന്റെ മുകളിൽ GST അല്ലേ. ഇപ്പൊ അത് കിടക്കുന്നത് ആ GST കിടന്നത് 28% ആണെങ്കിൽ ആ 28 എന്ന് പറയുന്നത് ഓബിയസ്ലി 18 5 ആയി കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധനത്തിന്റെ വില കുറയുമല്ലോ. കമ്പനി കുറയ്ക്കോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് രണ്ടാമത് നോക്കാം. എന്തായാലും GST കുറച്ച സ്ഥിതിക്ക് പ്രോഡക്റ്റിന്റെ ടോട്ടൽ പ്രൈസ് കുറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അത് മാത്രമല്ല, കമ്പനികൾ വില കൂട്ടൂല എന്നും പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ എവിഡൻസും നമ്മൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും GST2 വന്നതിന് ശേഷം പ്രോഡക്ട്സിന്റെ വില കുറഞ്ഞോ എന്ന് വെച്ചാൽ കുറഞ്ഞിട്ടുണ്ട്. കുറയാത്ത സ്ഥലത്ത് ഗ്രാമേജ് അല്ലെങ്കിൽ ടണ്ണേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഓരോ കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയുടെ 5 കൊല്ലത്തെ 6 കൊല്ലത്തെ സ്ലഗിഷ് അല്ലെങ്കിൽ ഒരു ബാഡ് സെയിൽസിന് ശേഷം പല റീറ്റെയിലേഴ്സും പറയുന്നത് 25% തൊട്ട് 100% വരെ സെയിൽസ് ഗ്രോത്ത് ആണ് ഈ നവരാത്രി കഴിഞ്ഞ നവരാത്രിയെക്കാളും നടന്നത് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് പുറത്ത് കിട്ടുന്നതിൽ. ഇപ്പം നവരാത്രിക്ക് മാരുതി ഡിസ്ക്ലോസ് ചെയ്തതെന്നറിയോ? മാരുതി പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഡബിൾ ആണ് ഇപ്രാവശ്യത്തെ സെയിൽസ് എന്നുള്ള രീതിയിൽ. അതായത് ബെസ്റ്റ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്, ലാസ്റ്റ് 10 കൊല്ലത്തെ ഏറ്റവും നല്ല സെയിൽസ് ആണെന്ന് ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അതായത് 7 ലക്ഷം എൻക്വയറിയാണ്. 7 ലക്ഷം എൻക്വയറി, 1.5 ലക്ഷം ബുക്കിംഗ്. 1.5 ലക്ഷം ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം, കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് 85,000 വരും. ഈ 85,000 നിന്ന് ഇപ്പം തന്നെ 1.5 ലക്ഷമായി. ഈ വീക്കെൻഡ് അവസാനിക്കുന്നതോടുകൂടി 2 ലക്ഷം ആവുന്നത്. 2 ലക്ഷം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺഇമാജിനബിൾ. ഇപ്പൊ അതേപോലെ തന്നെയാണ് മഹീന്ദ്രയും ഹ്യുണ്ടായും പറഞ്ഞേക്കുന്നത്. അവരുടെയും പോസിറ്റീവായിട്ടുള്ള കമന്ററിയാണ് നമുക്ക് പുറത്തു വരുന്നത് എന്നുള്ള. ഇനി കൺസ്യൂമർ ഗുഡ്സ് കമ്പനീസിൽ നോക്കുകയാണെങ്കിൽ ഹയർ പറയുന്നത് എന്താണെന്നറിയോ? ഹയർ പറയുന്നത് സെയിൽസ് ഇൻക്രീസ് ചെയ്ത് ഹയർ TV, വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടല്ലോ, റെഫ്രിജറേറ്റേഴ്സ്, അവർ പറയുന്നത് ഏതാണ്ട് 85% ഗ്രോത്ത് ആണ്. 85% ഗ്രോത്ത്. അതിൽ രസകരമായിട്ട് തോന്നിയ കാര്യം എന്നറിയോ? 2.5 ലക്ഷത്തിന് മുകളിൽ വരുന്ന 85 ഇഞ്ച് 100 ഇഞ്ച് ഒക്കെ ടെലിവിഷൻ ഇല്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദിവാലിക്ക് അവർ വരുത്തി വെച്ചിരിക്കുന്ന എൻറ്റയർ സ്റ്റോക്സും സോൾഡ് ഔട്ടായി. എൻറ്റയർ സ്റ്റോക്സ്, അതായത് ഇനിയും ദിവാലിക്ക് സമയം കിടക്കുന്നു എന്നുള്ള അത് സോൾഡ് ഔട്ടായി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള കൺസ്യൂമർ ഡ്യൂറബിൾസ് കമ്പനീസിനെ നോക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള കമൻട്രിയാണ് പുറത്തു വരുന്നത്. സോ ഇറ്റ് ഹാസ് ബീൻ എ ബമ്പർ നവരാത്രി സെയിൽസ് ആസ് ഫാർ ആസ് ഇന്ത്യൻ കൺസംഷൻ സ്റ്റോറി ഈസ് കൺസേൺ. ഇനി അത് ദിവാലിക്ക് എങ്ങനെയാണ് സ്പാൻ ഔട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ ദാറ്റ് ഇസ് എ പോസിറ്റീവ് ന്യൂസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട്
അങ്ങോട്ടേക്ക് മുമ്പിലോട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയാം. ഇനി നമ്മൾ ഗ്ലോബൽ ഹാൻഡ് ഓവറിലേക്ക് പോകാം. ഈ ഗ്ലോബൽ ഹാൻഡ് ഓവറിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് ഒരു കാര്യം പറഞ്ഞു വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഇപ്പം നമ്മളും നമ്മുടെ മൈഫിൻ ടി വിയിൽ സ്പെഷ്യൽ ഷോസ് ഗോൾഡിനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഗോൾഡ് തന്നെയാണ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു. അതുമാത്രമല്ല ഈ US ഡോളേഴ്സിൻ്റെ റെലവൻസ് തീരുന്നു. അത് കാരണം ഗോൾഡിലേക്ക് പൈസ ഒരുപാട് കടക്കുന്നു. സെൻട്രൽ ബാങ്ക്സ് ഗോൾഡ് ബൈ ചെയ്യുന്നു എന്നുള്ളൊക്കെ ന്യൂസാണ് ചുറ്റുമുള്ളത് തന്നെ. അതുമാത്രമല്ല ജുവലേഴ്സൊക്കെ ഇപ്പോൾ ലോക്ക് ഇൻ സ്കീം അല്ലെ, അതായത് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. അതായത് ഇപ്പോൾ 10,000 രൂപയാണെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം മതി ഗോൾഡിന്റെ ആവശ്യം. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു വിവാഹത്തിന് അടുത്ത കൊല്ലം നമുക്ക് ഗോൾഡ് മതി. എന്നാൽ അത് കയറുമോ എന്ന് പേടിച്ച് ഇന്ന് 10,000 ആണെങ്കിൽ നമ്മൾ 10,000 രൂപയുടെ 10% കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്തിടാം. എന്നിട്ട് അടുത്ത കൊല്ലം നമുക്ക് ഗോൾഡ് മേടിക്കേണ്ട സമയത്ത് ഇത് 12,000 ആയാലും 15,000 ആണെങ്കിലും നമുക്ക് ഈ റേറ്റിന് കിട്ടും എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ കൺസ്യൂമറിന് ഡൗൺ സൈഡ് റേറ്റിൽ തന്നെ കൊടുക്കണം എന്നുള്ള രീതിയിൽ. അതായത് ഗോൾഡ് ജുവലേഴ്സ് ഒക്കെ വളരെ അപ്ബീറ്റ് ആണെന്നുള്ള. ബട്ട് ഈ ഗോൾഡ് കയറുക എന്ന് പറയുന്നത് ഗോൾഡ് ജുവലറി ബിസിനസ്സിന് അത്ര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമില്ല. അത് മാത്രമല്ല ഇൻക്രീസ്ഡ് കോമ്പറ്റീഷനും ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവരും ഗോൾഡിൽ ബുള്ളിഷാണ്. അത് തന്നെയാണ് നമ്മളെ കൊണ്ട് ഈ ഒരു ചെറിയൊരു ന്യൂസ് നമ്മൾ ഇപ്പോൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഏതാണ്ട് ലാസ്റ്റ് 10 years നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 12 to 15% CAGR ആണ് ഗ്രോ ചെയ്തേക്കുന്നത്. 12 to 15% CAGR എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റായി മാറി എന്നുള്ളതാണ് പാസ്റ്റ് ഡേറ്റ പറയുന്നത്. നമുക്ക് മുന്നോട്ടുള്ള കാര്യം പറയാൻ പറ്റില്ല. ഇതുവരെ നമ്മൾ ലാസ്റ്റ് 10 years നോക്കിയാലും 20 years നോക്കിയാലും ഏതാണ്ട് 10 to 12 to 15% CAGR ഗ്രോത്ത് ഗോൾഡ് തന്നിട്ടുണ്ട്. കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ചില കൊല്ലങ്ങളിൽ മോശമായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്ത കൊല്ലം ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് താഴേക്ക് വരും, അതിൻ്റെ അടുത്ത കൊല്ലം നല്ല രീതിയിൽ മുകളിലേക്ക് പോകും. ഇതെല്ലാം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ആവറേജ് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മളൊന്ന് പറയുമ്പോൾ ഏതാണ്ട് 12 to 15% ഗ്രോ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2021 മുതൽ 21 ജാനുവരി മുതൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒക്ടോബർ 2025 വരെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 140% റിട്ടേൺ ഗോൾഡ് തന്നു എന്നുള്ള. നമ്മൾ ഈ ജാനുവരി, അതായത് ജാനുവരി 2025 മുതൽ ഇന്നേ വരയ്ക്കും ഈ കൊല്ലം മാത്രം ഏതാണ്ട് 45 to 46% റിട്ടേൺ ആണ് ഗോൾഡ് തന്നത് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളത്. നിഫ്റ്റിയും സെൻസെക്സും നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സിനെയും അത് ബീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് വേറൊരു കാര്യം, നിഫ്റ്റിക്കകത്തുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പല സ്റ്റോക്സും ഇതിന്റെ 3 times 4 times തന്നു എന്നുള്ളതും അത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. അത് ദ കേസ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ഗോൾഡ് ഈസ് ബിക്കമിങ് ഹയർ. അതായത് പോപ്പുലർ ആയിട്ട് വരികയാണ്. അതായത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എവിടെയോ പോയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പോൾ വന്ന് എല്ലാവരും ഇപ്പോൾ പറയുന്നത് ടാർഗറ്റുകൾ പറഞ്ഞു തുടങ്ങി. അതായത് ഇത്രയാകും ഗോൾഡ്. ഈവൻ ജുവലറേഴ്സ് വരെ പറയുന്നത് വെച്ചാൽ ഇനി അത് മുകളിലേക്ക് കയറിപ്പോളൂ. നമ്മൾ നോക്കൂ, ഗോൾഡും അസറ്റ് ക്ലാസ് ആണ്, അതിനും ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. സ്റ്റോക്സും അസറ്റ് ക്ലാസ് ആണ്, അതിനും ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. പക്ഷേ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെന്റോ ടാർഗറ്റോ ഭാവിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയൻസ് വയലേഷനാണ്. എന്നാൽ ഗോൾഡ് കയറും എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കംപ്ലയൻസ് വയലേഷൻ ഇല്ല എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാരഡോക്സ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്തിരുന്നു, അതായത് ക്രിസ് വുഡ്, അതായത് ജെഫ്രീസിന്റെ ഗ്ലോബൽ ഹെഡ് ഫോർ ഇക്വിറ്റീസ്, കമോഡിറ്റീസിന്റെ ആളല്ല, ഗ്ലോബൽ ഹെഡ് ഫോർ ഇക്വിറ്റീസ് പറയുന്നത് എന്താ വെച്ചാൽ $6,600 per troy ounce എത്തും എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഇവിടുന്ന് ഇപ്പൊ ഏതാണ്ട് $3,800 per ounce ആണല്ലോ, ഇവിടുന്ന് ഏതാണ്ട് 76% അപ്രീസിയേഷൻ വരും എന്നാണ് അദ്ദേഹം പറയുന്നതെന്നല്ല. ഇപ്പൊ ക്രിസ് വുഡ് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയണമെന്നല്ലോ, അദ്ദേഹം 2002 അതായത് അറൌണ്ട് 23 years ബാക്ക് അദ്ദേഹം പറയുന്നത് വെച്ചാൽ $3,400 to 3,700 per troy ounceലേക്ക് വരുമെന്ന് അദ്ദേഹം ഒരു ബോൾഡ് പ്രഡിക്ഷൻ 2002 നടത്തിയിരുന്നു. ഇപ്പൊ ഏതാണ്ട് 23 കൊല്ലത്തിന് ശേഷം അത് ഏതാണ്ട് അതേപോലെ സംഭവിച്ചു എന്നുള്ള രസം. അത് മാത്രമല്ല, ഈ ജൂലിയസ് ബെയർ എന്ന് പറഞ്ഞ ഫോറിൻ ബ്രോക്കറേജ് ഉണ്ട്. അത് ഇന്ത്യയിൽ വലിയ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു ഫോറിൻ കമ്പനിയാണ് ജൂലിയസ് ബെയർ. അവരുടെ ടെക്നിക്കൽ ചാർട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ അനലിസ്റ്റുകൾ അവിടെ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഗോൾഡ് ഇപ്പോഴത്തെ ട്രേഡ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഏതാണ്ട് $4,500 മുതൽ $4,800 per troy ounce വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം 3,850 അവിടെ നിൽക്കുകയാണ്. അതായത് ബുള്ളിഷ് കേസ് ഫോർ ഗോൾഡ് ആണ് എല്ലാവരും പറയണതെന്നല്ല. ഇത് അവിടെ എത്തുമോ
താഴോട്ടിറങ്ങുമോ നമുക്കറിയില്ല. അവർ ഗസ് ഈസ് ആസ് ഗുഡ് ആസ് എനി വൺ എൽസ് എന്നുള്ളതാണ് അതിനകത്ത് പറയേണ്ടത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കേണ്ട കാര്യമുണ്ട്, അതായത് ഹിസ്റ്റോറിക്കലി, അതായത് ഇതിപ്പോൾ അടുത്ത കാലത്ത് ദേവീന മെഹ്റ എന്ന് പറയുന്ന നമ്മുടെ ഒരു എന്താ പറയുക ഒരു PMS കമ്പനിയുടെ ഹെഡ് ഉണ്ട്, ഫസ്റ്റ് ഗ്ലോബലാണ്. അതായത് ആൾക്കാർക്ക് പറഞ്ഞാൽ എനിക്ക് അറിയായിരിക്കും, ശങ്കർ ശർമ്മയുടെ ഭാര്യയാണ് ദേവീന മെഹ്റ. ദേവീന മെഹ്റ ഇൻഫാക്ട് ഈസ് മച്ച് മോർ എക്സ്പീരിയൻസ്ഡ് ആൻഡ് കുറച്ചുകൂടെ നോളജബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ശങ്കർ ശർമ്മയെക്കാട്ടിലും. PMS ഫണ്ട്സും കുറേ ഗ്ലോബൽ ഇക്വിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ നെറ്റ്വർത്ത് ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ദേവീന മെഹ്റയുടെ ഒരു സ്റ്റഡി പറയുന്നത് വെച്ചാൽ, കാരണം ഇപ്പോൾ ഗോൾഡ് ഇതേപോലുള്ള ഒരു റാലി 1979 ശേഷം ഇങ്ങനെ ഒരു റാലി ഗോൾഡ് കണ്ടിട്ടില്ല. അപ്പോൾ ദേവീന മെഹ്റ ഒരു ടോക്ക് ഷോയിൽ ഞാൻ കേൾക്കാൻ ഇടയുണ്ടായി. അതായത് ഇന്നലെ മിനിങ്ങാന്ന് കണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് അവർ പറയുന്നത് വെച്ചാൽ അവരുടെ സ്റ്റഡി അനുസരിച്ച് 1980 ആ 1980 ഗോൾഡ് ഈ 1979 റാലിയിൽ ഹൈ അടിച്ചത്. അവിടുന്ന് അതായത് 1980 to 1999 അതായത് 19 കൊല്ലം, 1980 മുതൽ 1999 വരെ 19 കൊല്ലം ഗോൾഡ് റിട്ടേൺ ഇൻ ഡോളർ ടേംസ് കേട്ടോ, ഡോളർ ടേംസും ഇന്ത്യൻ റുപ്പി ടേംസും നമ്മൾ പറയുമല്ലോ, ഗോൾഡ് ഇൻ ഡോളർ ടേംസ് ആ കാലയളവിൽ ആ 19 കൊല്ലം അത് ഏതാണ്ട് 1980 ഹൈയിൽ നിന്ന് 62% താഴെ പോയി, 62% അത് താഴെ പോയി എന്നുള്ളതാണ് ആ കണക്ക് പറയുന്നത്. അതായത് 1980 ക്രിയേറ്റ് ചെയ്ത ഹൈ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ക്രോസ് ചെയ്യുന്നറിയും, 2007 ക്രോസ് ചെയ്യുന്നത്. അതായത് 27 കൊല്ലം വരെ ഗോൾഡ് ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു കണക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദേവീന മെഹ്റ നമ്മുടെ പുറത്തോട്ട് വയ്ക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡോളറിൻ്റെ റേറ്റ് വെച്ചിട്ട് ഗോൾഡ് നോക്കുകയാണെങ്കിൽ ആ റേറ്റ് വാസ് മച്ച് മോർ വോളറ്റൈൽ ദാൻ ഇക്വിറ്റീസ്. ഇക്വിറ്റീസിനെക്കാളും വോളറ്റൈൽ ആയിരുന്നു ഗോൾഡ് ഡോളർ ടേംസിൽ എന്നുള്ളത്. അതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ സേഫ് ഹെവൻ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ഡോളർ ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ പറയുന്നില്ല. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ 1980 മുതൽ 1999 വരെ ഈ പറയുന്ന പോലെ 19 കൊല്ലം 62% ഗോൾഡ് ഡൗൺ ആയിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ബട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് കപ്പ് ഓഫ് ടീ ആണ്, ഒരു ഡിഫറെൻറ്റ് കെറ്റിൽ ഓഫ് ഫിഷ് ആണ്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് രണ്ട് രീതിയിലാണ് ഗോൾഡ് ബെനിഫിറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഗോൾഡ് എന്ന് പറയുന്ന പ്രഷ്യസ് മെറ്റലിൻ്റെ അപ്രീസിയേഷൻ പ്ലസ് റുപ്പി ഡിപ്രീസിയേഷൻ അഥവാ ഡോളർ അപ്രീസിയേഷൻ. അപ്പോൾ രണ്ട് രീതിയിലുള്ള ബെനിഫിറ്റാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. സോ ഇന്ത്യയുടെ റിട്ടേൺ അതായത് ഇൻ റുപ്പി ടേംസ് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാര്യം ഗോൾഡ് നമുക്കറിയാലോ ഇപ്പോൾ ഏതാണ്ട് ഒരു സൈക്കോളജിക്കൽ പ്ലേ ആയി മാറി. ഫോമോ, നമ്മളൊരു കോഗ്നിറ്റീവ് ബയസ് നമ്മൾ ഈ ബിഹേവിയറൽ ഫിനാൻസിൽ പറയും, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇനി നമ്മൾ മേടിച്ചില്ലെങ്കിൽ ഇത് ഇനി കിട്ടത്തേ ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ലെവലിൽ ആൾക്കാർ എത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഗോൾഡിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യണമെന്ന് നമ്മൾ ഒന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ ഒരു കാര്യം നമ്മൾ മുന്നിലേക്ക് അവതരിപ്പിച്ചതെന്നല്ല. അപ്പോൾ ഗോൾഡിനെ കുറിച്ചുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതിൻ്റെ രണ്ട് വശവും പറയുക എന്നുള്ളതാണല്ലോ നമ്മുടെ മൈഫിൻ്റെ എഡിറ്റോറിയൽ പോളിസി. അത് കാരണം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. കമ്മിങ് ബാക്ക് ടു ഗ്ലോബൽ ഹാൻഡ് ഓവർ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻ സ്പൈറ്റ് ഓഫ് ഷട്ട് ഡൗൺ, അതായത് US ഹാസ് ഗോൺ ഫോർ എ ഷട്ട് ഡൗൺ. നമ്മൾ ഷട്ട് ഡൗൺ അലേർട്ട് മുതൽ ഏതാണ്ട് ഒരാഴ്ചത്തോളം നമ്മൾ ഈ US ഷട്ട് ഡൗണിനെ കുറിച്ച് പലപ്പോഴായിട്ട് നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. സോ ഇൻ സ്പൈറ്റ് ഓഫ് ദ ഷട്ട് ഡൗൺ കൂടാതെ തന്നെ വാൾ സ്ട്രീറ്റ് പുതിയ ഹൈയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഷട്ട് ഡൗണിനെ സാധാരണ US മാർക്കറ്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 1990 ശേഷം 5 പ്രാവശ്യം 1990 ശേഷമുള്ള 6 ഷട്ട് ഡൗണിൽ 5 പ്രാവശ്യവും ഇതേപോലെ മാർക്കറ്റ് ഗ്രീനിലായിരുന്നു എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് ഗ്രീനിലാവുമെന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ മാർക്കറ്റ് ഗ്രീനിലായിരുന്നു. ഒന്ന്, എന്ന് മുതലാണോ ഷട്ട് ഡൗൺ തുടങ്ങിയത് അന്ന് മുതൽ ഷട്ട് ഡൗൺ റീ ഓപ്പണിംഗ് ചെയ്യും വരെ മാർക്കറ്റ് ഗ്രീനിലായിരുന്നു. അത് മാത്രമല്ല, മാർക്കറ്റ് ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ 5 ദിവസവും മാർക്കറ്റ് ഗ്രീനിലായിരുന്നു. ഇപ്പോൾ 1990 ശേഷമുള്ള 6 ഷട്ട് ഡൗണിൽ 5 പ്രാവശ്യവും അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡൗ ജോൺസ് നോക്കുകയാണെങ്കിൽ +0.17% അപ്പായിരുന്നു ഡൗ ജോൺസ്. നാസ്ഡാക്ക് 0.39% അപ്പായിരുന്നു. S&P 500 0.06% അപ്പായിരുന്നു എന്നാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് മാർക്കറ്റ് ഇന്റേണൽസിൽ നോക്കുകയാണെങ്കിൽ NVIDIA ഒക്കെ എനിക്ക് തോന്നുന്നു 1% കയറിയിരുന്നു. അതായത് ഈ AI ഫ്യൂവൽഡ് ബൂമിൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്ത ആ റാലി ഈസ് ഓവർ ഷാഡോയിങ് ദ ത്രെട്ട് ഓഫ് US ഷട്ട് ഡൗൺ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഷട്ട് ഡൗണിനെ കുറിച്ച് വലുതായിട്ട് മാർക്കറ്റ് ഗവനിക്കുന്നില്ല. അതിന് പകരം AIയിൽ തന്നെ മാർക്കറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള അതിൻ്റെ പ്രത്യേകത. ഓപ്പൺ AI എന്ന് പറയുമ്പോൾ മദർ ഓഫ് ചാറ്റ് GPT യുടെ മദർ കമ്പനിയായ ഓപ്പൺ AI
അവരുടെ ഒരു സെക്കൻഡറി സെയിൽ നടന്നു ഷെയറിൻ്റെ. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസും ഫോർമർ എംപ്ലോയീസും എല്ലാം കൂടെ ചേർന്ന് ഒരു $6.6 ബില്യൺ ഒരു ഷെയർ സെല്ല് ചെയ്ത സ്ഥിതിക്ക് ആ വാല്യൂവിൽ ആ പ്രൈസിൽ സെല്ല് ചെയ്തത് കാരണം ഓപ്പൺ എയുടെ വാല്യുവേഷൻ എത്ര പോയിന്നറിയോ? 500 ബില്യൺ. ലാസ്റ്റ് ടൈം ഇത് $300 ബില്യൺ ആണ്, അവിടുന്ന് $500 ബില്യൺ ആയിട്ട് മാറി എന്നുള്ളതാണ്. ആ പ്രത്യേകത എന്നറിയോ? ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു വയ്ക്കാൻ പോണ കാര്യം വെച്ചാൽ ഇപ്പോൾ ഓപ്പൺ എയുടെ ഇപ്പോഴത്തെ വാല്യുവേഷൻ, അതായത് ഇപ്പോൾ ഒരു സ്റ്റേക്ക് സെയിൽ നടന്നത്, അതായത് കുറച്ച് ഷെയർ സെല്ല് ചെയ്ത വാല്യുവേഷൻ വെച്ചിട്ട് ഓപ്പൺ എയുടെ ടോട്ടൽ വാല്യുവേഷൻ $500 ബില്യൺ ആയി. ഇൻസ്പൈറ്റ് ഓഫ് വാട്ട്? അതായത് 2025 ഫസ്റ്റ് ഹാഫ്, അതായത് നമ്മൾ ജാനുവരി മുതലുള്ള ഈ കൊല്ലത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇവരുടെ ഓപ്പറേറ്റിംഗ് ലോസ് എത്രയെന്നറിയോ? ലോസിലാണ് കമ്പനി. ഓപ്പറേറ്റിംഗ് ലോസ് $7.8 ബില്യൺ ഇവർക്ക് ലോസാണ്. $7.8 ബില്യൺ ലോസ് ആയിട്ട് പോലും ആ കമ്പനിക്ക് വാല്യുവേഷൻ കിട്ടിയത് $500 ബില്യൺ വാല്യുവേഷൻ ആണെന്ന്. അതായത് ഇവർ ക്യാഷ് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാഷ് ബേൺ ചെയ്തുകൊണ്ടിരിക്കുക വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുക, മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാലന്റിനെ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, നമ്മൾ ESOP എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി ക്യാഷ് ബേൺ ചെയ്താണ് കമ്പനി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റിപ്പോർട്ട് വായിച്ചത് 2029 പ്രൊജക്റ്റഡ് ക്യാഷ് ബേൺ, അതായത് ഇനി 4 കൊല്ലം കൂടെ അവർ ക്യാഷ് ബേൺ ചെയ്യും. അത് മാത്രമല്ല ആ ക്യാഷ് ബേൺ എത്ര വരും എന്നറിയോ? ഇപ്പം $7.8 ബില്യൺ ആണ് അവർ കൊല്ലം തോറും ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി ഏതാണ്ട് $115 ബില്യൺ വരെ അവർ ബേൺ ചെയ്ത് കളയുന്നതാണ് പറയുന്നത്. അതായത് മിക്കവാറും 2029 വരെ ഈ കമ്പനി പ്രോഫിറ്റിലേക്ക് പോകാൻ ചാൻസ് ഇല്ല, ഓപ്പറേറ്റിംഗ് ലോസിൽ തന്നെ ആയിരിക്കും. ബട്ട് അതിന്റെ വാല്യുവേഷൻ പോകുന്നത് നോക്കൂ, അതാണ് അതിന്റെ രസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇന്ത്യയിലും അത് സംഭവിച്ചു എന്നുള്ള, ഇപ്പം നമ്മൾ ഇറ്റേണൽ അല്ലെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗി, ഡെലിവറി, ഇതേപോലെയുള്ള പുതിയ ന്യൂ ഏജ് കമ്പനികളൊക്കെ എത്രയോ ക്യാഷ് ബേൺ ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന വാല്യുവേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു സൊമാറ്റോ, ഇറ്റേണലൊക്കെ 100-ൽ കൂടുതൽ 200 PE കൂടുതലാണ് അത് ട്രേഡ് ചെയ്യണേ എന്നുള്ള. 200 PE ട്രേഡ് ചെയ്യുമ്പോൾ അവർ കൊല്ലം തോറും ഈ ക്വിക്ക് കോമേഴ്സിന് വേണ്ടി ബേൺ ചെയ്യണ ക്യാഷ് സ്വിഗ്ഗിയും സൊമാറ്റോ ഇറ്റേണലൊക്കെ ബേൺ ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ, ബ്ലിങ്കിറ്റൊക്കെ ബേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്നില്ല. എന്നിട്ടും ഈ വാല്യുവേഷൻ കിട്ടുന്നുള്ള ഒരു പരിധിവരെ സൊമാറ്റോനെ നമുക്ക് അല്ലെങ്കിൽ ഇറ്റേണലിനെ നമുക്ക് PE ബേസിസിൽ 200 എന്നെങ്കിലും പറയാം. വേറെ പല കമ്പനിക്കും PE ഇല്ല, ഈ ഓപ്പൺ എയ്ക്കും PE ഇല്ല. എന്തുകൊണ്ടാ? ഏർണിങ്സ് ഇല്ല, ലോസ് ആണ്. EPS ഇല്ല, EPS ഉണ്ടെങ്കിലല്ലേ PE ഉള്ളൂ. ഏർണിങ്സ് പെർ ഷെയർ, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിന് കമ്പനിയുടെ ടോട്ടൽ റവന്യൂ അല്ലേ, ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ് EPS എന്ന് പറയുന്നത്. ഷെയർസ് അവിടെ ഉണ്ട്, ബട്ട് ഏർണിങ്സ് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് PE എന്ന് പറയുന്ന വാല്യുവേഷൻ ഇതിനൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഓപ്പൺ AI $500 ബില്യൺ ആയതോടുകൂടി സ്പേസ് എക്സിന്റെ $400 ബില്യൺ വാല്യുവേഷനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ബ്രെന്റ് ക്രൂഡ് രസകരമായിട്ടുള്ള കാര്യം, അതായത് ലാസ്റ്റ് ഫ്രൈഡേ മുതൽ ഏതാണ്ട് ലാസ്റ്റ് ഒരു ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 10% ഡൗൺ ആയി എന്നുള്ള മാസീവ് സ്ലൈഡാണ് ഓയിലിൽ ഉണ്ടായിരുന്നത്. അതായത് $64.3 അല്ലെ, $64.3 പെർ ബാരൽ ബ്രെന്റ് ക്രൂഡിന്റെ വില. അത് ഒന്നാമത് സോഴ്സസ് പറയണതെന്നറിയോ? വീണ്ടും ഈ ആഴ്ച അവസാനത്തോടുകൂടി OPEC പ്ലസ് വന്നിട്ട് വീണ്ടും ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് പറയാനുള്ള ചാൻസ്, അതായത് മോർ ഓയിൽ വിൽ ഫ്ലോ ഇൻ ടു ദ മാർക്കറ്റ്, ഒരു ഓവർ സപ്ലൈ സിറ്റുവേഷനിലേക്ക് ആവും. എനിക്ക് തോന്നുന്നു 5 ലക്ഷം ബാരൽ ഓഫ് ഓയിൽ അധികമായിട്ട് മാർക്കറ്റിലേക്ക് വരും എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത് എന്നുള്ള. അപ്പോൾ ഓവർ സപ്ലൈ ആണ് വരുന്നത്. ഇപ്പോൾ US 10-year ബോണ്ട് yield നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് -2 ബേസിസ് പോയിന്റ്സ് ഡൗൺ ആയിരുന്നു എന്നുള്ള. പിന്നെ US ഗവൺമെന്റ് ഷട്ട് ഡൗൺ നമ്മൾ പറയാതെ പോയിട്ട് കാര്യമില്ലല്ലോ. അതായത് US ഗവൺമെന്റ് ഷട്ട് ഡൗണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തറിയോ? ഈ ഫെഡ് ഒന്നത് ഇപ്പോൾ US ഫെഡ് ഒരു 25 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്തു അല്ലേ. ഇനി വരാൻ പോകുന്ന 2 റേറ്റ് കട്ട് ഈ കൊല്ലം തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് ഫെഡിന് എന്താണ് ഇൻപുട്ടായിട്ട് വേണ്ടത്? ഒരുപാട് ഡേറ്റ വേണം അല്ലെ. ഈ ഡേറ്റ കിട്ടിയാൽ ആ ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ് മാനദണ്ഡമാക്കി വെച്ച് അതിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡീസും ആ ലോക്കൽ എൻവയോൺമെന്റും പഠിച്ചിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ റേറ്റ് കട്ട് ചെയ്യുന്നത്. ഇപ്പൊ US ഷട്ട് ഡൗണിലേക്ക് പോയതിനു ശേഷം പല ഡിപ്പാർട്ട്മെന്റിലും ആൾക്കാർ ജോലിക്ക് വരില്ല. അപ്പൊ എന്ത് ചെയ്യും? ഒരുപാട് ഡേറ്റാസ് മുടങ്ങും. ഈ ഡേറ്റാസ് ഫെഡിന്റെ അടുത്തേക്ക് എത്തില്ല. ഇത് US മാർക്കറ്റിനെ കുറിച്ച് ഒരു ത്രെട്ടാണ്. ഇപ്പോൾ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ഡേറ്റ. ലേബർ ഡിപ്പാർട്ട്മെന്റിലെ മിക്ക ആൾക്കാരും ഫർലോ ആണ്. ഫർലോ എന്ന് പറഞ്ഞാൽ അവരടുത്ത് ശമ്പളമില്ല, വീട്ടിൽ പോയി ഇരുന്നോളാൻ പറയും. അതിനാണ് ഫർലോ എന്ന് പറയുന്നത്. നിർബന്ധിതമായിട്ടുള്ള അവധിയിലേക്ക്. അപ്പൊ ആ ഡേറ്റ അവർക്ക് കിട്ടില്ല. രണ്ടാമത് നോൺ ഫാം പേറോൾ ഡേറ്റ, അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരേണ്ടതാണ്. അത് വരുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. CPI ഇൻഫ്ലേഷൻ ഡേറ്റ, അതും ഇന്ന് വരേണ്ട കാര്യമാണ്. ഇതൊക്കെ വന്നാൽ മാത്രമേ ഇതിന്റെ പുറത്ത് അസസ് ചെയ്ത്
മാത്രമേ ഒരു ഫെഡിന് ഇതിനകത്ത് റേറ്റ് കട്ട് ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ റേറ്റ് കട്ട് ഹോൾഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് ഡേറ്റയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ നോക്കുന്നത് എന്നുള്ള. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ചിക്കാഗോ ഫെഡ് റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡേറ്റാസ് വരുന്നുണ്ട്. അതിൽ ജോബ്ലെസ് റേറ്റ്സ് ഇൻ സെപ്റ്റംബർ എന്ന് പറയുന്നത് 4.3% ആണ്. അതായത് ഓഗസ്റ്റ് അപേക്ഷിച്ച് അത് ഫ്ലാറ്റ് ആണെങ്കിൽ പോലും ഡേറ്റ കാണിക്കണമെന്നറിയോ, ഈ അൺഎംപ്ലോയിഡ് വർക്കേഴ്സിൻ്റെ ഹയറിംഗ് റേറ്റ് ഭയങ്കരമായിട്ട് ഡിപ്പ് ചെയ്തു എന്നും അത് മാത്രമല്ല ലേ ഓഫ്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇതൊക്കെ ഓൾട്ടർനേറ്റ് ഡേറ്റ കേട്ടോ. അതായത് ഷിക്കാഗോ ഫെഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഫെഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബാങ്കാണ്, ഫെഡ് ബാങ്ക് ആണ് ഷിക്കാഗോ എന്ന് പറയുന്നത്. അവരുടെ ഡേറ്റ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരുപാട് ഡേറ്റ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അമേരിക്കൻ US ഫെഡ്. അപ്പോൾ FOMCയിൽ ഇതെല്ലാ ഡേറ്റയും വെച്ചിട്ട് വോട്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഡേറ്റ അവരിൽ ഇല്ലെങ്കിൽ വലിയ പാടാവുന്ന ആളാണ്. അപ്പോൾ ഇത് എത്രത്തോളം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പോലെ റിസോൾവ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. റിസോൾവ് ചെയ്താൽ അത്രയും നല്ലതെന്നുള്ളത്. അതായത് 1977 ശേഷം 21 ഷട്ട് ഡൗൺ നടന്നുണ്ട്. 21 ഷട്ട് ഡൗൺ. ആ 21 ഷട്ട് ഡൗൺ 1977 ശേഷം ആ 21 ഷട്ട് ഡൗണിൻ്റെയും ആവറേജ് എത്ര നാൾ ഷട്ട് ഡൗൺ ചെയ്തു എന്ന് വെച്ചാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 8 ദിവസം ഈച്ച് വെച്ച്. 8 ദിവസമാണ് ഇതിൻ്റെ ആവറേജ് ഡേറ്റ് ആയിട്ട് വന്നത്. ഏറ്റവും കൂടുതൽ ഷട്ട് ഡൗൺ ഡേയ്സ് വന്നത് ലാസ്റ്റ് ഷട്ട് ഡൗൺ, അതായത് 2018-19, അതായത് ട്രംപിൻ്റെ ഫസ്റ്റ് ടൈം, അന്ന് 35 ദിവസത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ള. ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞത്, അതായത് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഫെഡറൽ എംപ്ലോയീസ് ഗവൺമെൻറ് എംപ്ലോയീസ്, നോൺ എസെൻഷ്യൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരെയും ഫർലോ, നമ്മൾ ഫർലോ എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായിട്ടുള്ള അവധി അല്ലെ, ഏതാണ്ട് 7 ലക്ഷം എംപ്ലോയീസിനെയാണ് ഇത് അഫക്ട് ചെയ്യണമെന്നുള്ള. ദേ വിൽ ബി സെൻഡ് ഹോം വിത്തൗട്ട് പേ. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് എസെൻഷ്യൽ സർവീസസ് ലൈക്ക് മിലിറ്ററി ഓപ്പറേഷൻസ്, ലോ എൻഫോഴ്സ്മെന്റ്, എയർ ട്രാഫിക് കൺട്രോള്, ഹോസ്പിറ്റൽ കെയർ ഒക്കെ കണ്ടിന്യൂ ചെയ്യും. ബട്ട് ഇപ്പം അവർക്ക് പേ ഇല്ല. ഈ ഷട്ട് ഡൗൺ മാറിയതിന് ശേഷം, സ്പെൻഡിങ് ബില്ല് പാസ്സായതിനു ശേഷം മാത്രമേ അവരുടെ ബില്ല് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ, പോസ്റ്റ് മെയിൽ ഡെലിവറി, മെയിൽ ഡെലിവറി, ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലും സ്റ്റാഫിനെ റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും ഇവർ വർക്ക് ചെയ്യണമെന്നുള്ള. പിന്നെ നാഷണൽ പാർക്ക്, മ്യൂസിയം ഒക്കെ പാർഷ്യലി ക്ലോസ്ഡ് എന്ന് തന്നെ വേണം പറയാം. അതിൻ്റെ ഓപ്പൺ എയറിൽ ചിലപ്പോൾ ആൾക്കാർക്ക് കയറാം എന്നല്ലാതെ മിക്കതും ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അറിയാലോ എന്തുകൊണ്ടാണ് ഈ ഷട്ട് ഡൗൺ വരണമെന്ന് വെച്ചാലുണ്ടല്ലോ, അതായത് US ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത് ഒരു നിശ്ചിത ബഡ്ജറ്റാണ്. ഒരു നിശ്ചിത ബഡ്ജറ്റ് ആനുവലി കോൺഗ്രസ് അപ്രൂവ് ചെയ്യും. അതിലാണ് US ഗവൺമെൻറ് ഒരു കൊല്ലം വർക്ക് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഒരു സ്പെൻഡിങ് ബിൽ അല്ലെങ്കിൽ ഫണ്ടിങ് ബില്ലിലേക്ക് പോവുള്ളൂ. പ്രത്യേകിച്ച് അവരുടെ ഫിസ്ക്കൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് October 1 മുതൽ September 30 വരെ. നമ്മുടെ ഇവിടെ April 1 മുതൽ March 30, 31 എന്ന് പറയും പോലെയാണ് ആ പറയുന്നതെന്നുള്ള. അപ്പോൾ ഈ ലോ മേക്കേഴ്സ് എഗ്രി ചെയ്യണം. അതായത് ഇതാണ് നമ്മുടെ സ്പെൻഡിങ്, ഇതാണ് നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ലോ മേക്കേഴ്സ് ഞാൻ കോൺഗ്രസിൽ ഇരിക്കുന്നവരെല്ലാവരും കൂടെ എഗ്രി ചെയ്ത് മാത്രമേ ഒരു ഫണ്ടിങ് ഒരു നിശ്ചയിച്ചിട്ട് മാത്രം അത് ആ ബില്ല് പാസ്സാക്കിയാൽ മാത്രമേ ഇത് എഗ്രി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്കറിയാലോ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കത്തിൽ നിൽക്കുകയാണ് ആ ഹെൽത്ത് കെയർ സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ. അതായത് റിപ്പബ്ലിക്കൻസ് നല്ല രീതിയിൽ വെട്ടിക്കുറച്ചു എന്നാണ് പറയുന്നത്. ഡെമോക്രാറ്റ്സ് പറയുന്നത് അത് നിങ്ങൾ ഇൻക്രീസ് ചെയ്യാതെ ഞങ്ങൾ ഈ പറയുന്ന പോലെ പുതിയ സ്പെൻഡിങ് ബിൽ അല്ലെങ്കിൽ ഫണ്ടിങ് ബിൽ പാസ്സാക്കാനായിട്ട് ഞങ്ങൾ സഹായിക്കില്ല എന്നുള്ളതാണ്. 2 ചേംബർ ഓഫ് കോൺഗ്രസിലും റിപ്പബ്ലിക്കൻസിനാണ് കൺട്രോൾ എങ്കിൽ പോലും അവർക്ക് കുറച്ച് വോട്ടുകളുടെ കുറവുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി സെനറ്റിൽ, അതായത് അപ്പർ ഹൗസിൽ. ലോവർ ചേംബറിൽ അവരൊരു ടെമ്പററി ബില്ല് പാസ്സാക്കി, പക്ഷെ അതിൽ കാര്യമില്ല. സെനറ്റിൽ ഇത് പാസ്സാക്കി എടുക്കണം. സെനറ്റിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള വോട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഡെമോക്രാറ്റ്സ് കയറി പിടിച്ചിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഡെമോക്രാറ്റ് ഇതൊരു ലിവറേജ് ആയിട്ട് യൂസ് ചെയ്ത് ആ സ്പെൻഡിങ് ബിൽ, ഹെൽത്ത് കെയറിലേക്കുള്ള സ്പെൻഡിങ് കൂട്ടുകയും അമേരിക്കൻ ഹൗസ് ഹോൾഡിൻ്റെ മെഡിക്കൽ എക്സ്പെൻസസിന് കൊടുത്തിരിക്കുന്ന ഗ്രാൻഡ് വെട്ടിക്കുറച്ചതിന് എഗെയിൻസ്റ്റുമായിട്ടാണ് ഈ ഡെമോക്രാറ്റ്സ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഏതാണ്ട് എന്താ പറയുക, ആൻറ്റി ഡെഫിഷ്യൻസി ആക്ട് വെച്ചിട്ട് ഷട്ട് ഡൗണിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഈ ഷട്ട് ഡൗൺ എന്താണെന്ന് പറയാം. നമ്മുടെ ഇവിടെ സാധാരണ പണ്ടൊക്കെ ബഡ്ജറ്റ് ഒന്ന് ഫെബ്രുവരിയുടെ ലാസ്റ്റ് ഡേ, അതായത് 28-ാം തീയതി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ദിവസങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് വരാറ്. എന്നാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അടുത്ത കാലത്ത് കുറച്ച് നാളുകളായിട്ട് ഈ February 28 എന്നുള്ളത് അഡ്വാൻസ് ചെയ്ത്
ഫസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി, ഫസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരി എന്നുള്ള രീതിയിലേക്ക് പോയി. February 1 എന്ന് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. അന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ റീസൺ ഈ ഗവൺമെന്റ് പറയുന്നത് വെച്ചാൽ February 1 നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച് അത് കഴിഞ്ഞ് ഈ ഫെബ്രുവരിയിൽ ഈ ഫിനാൻസ് ബില്ല് പാസ്സാക്കണം. ഈ ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നത് മണി ബില്ലാണ്. ഈ മണി ബില്ലാണ് പാർലമെന്ററി ടേംസിൽ നമ്മൾ പറയുന്നത് മണി ബില്ലാണ്. ഈ മണി ബില്ലിന് രണ്ട് പാർലമെന്റിലെ രണ്ട് ഹൗസസും, അതായത് അപ്പർ ഹൗസ് ആയിട്ടുള്ള രാജ്യസഭയും ലോവർ ഹൗസ് ആയിട്ടുള്ള ലോക്സഭയിലും മെജോറിറ്റിയോടുകൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിനാൻസ് ബില്ല് പ്രാബല്യത്തിലേക്ക് വരും. ആൻഡ് ഇറ്റ് ഈസ് എ മണി ബിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ April 1 മുതൽ തന്നെ ഈ ബഡ്ജറ്റിൽ പറയുന്ന വ്യവസ്ഥകൾ നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള ടൈം ഫ്രെയിം കറക്റ്റ് ആക്കിയിട്ടാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സപ്പോസ് ഈ ഫിനാൻസ് ബില്ല് ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഈ ഫിനാൻസ് ബിൽ വിച്ച് ഈസ് എ മണി ബിൽ അത് പാർലമെന്റ് പാസ് ആയില്ല എന്ന് വയ്ക്കും. അങ്ങനെയാണ് എന്ത് സംഭവിക്കും? എഫക്റ്റീവ്ലി ഇറ്റ് അമൗണ്ട്സ് to a non-confidence motion, no confidence motion against government. ഈ മണി ബിൽ അല്ലെങ്കിൽ ഈ ഫിനാൻസ് ബില്ല് പാസ്സാക്കാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ഉള്ള അടിയന്തര പ്രമേയം, അവിശ്വാസ പ്രമേയമായി അതിനെ താരതമ്യപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ അത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് റിസൈൻ ചെയ്യണം. അതായത് ഇന്ത്യൻ ഗവൺമെന്റ് റിസൈൻ ചെയ്യേണ്ടി വരും ഫിനാൻസ് ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സായില്ലെങ്കിൽ എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സവിശേഷതയില്ല. ഗവൺമെന്റ് പോകുന്നില്ല, ഈ ഗവൺമെന്റ് അങ്ങനെ തന്നെ നിൽക്കും. ഈ കാര്യങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും, മറ്റുള്ള കാര്യത്തിലേക്ക് പോകും. ലോകത്ത് വേറൊരു രാജ്യത്തും ഈ പറയുന്ന ഈ ഷട്ട് ഡൗൺ നടപടിയില്ല, അമേരിക്കയിൽ മാത്രമാണുള്ളതെന്നുള്ളത്. ഈ നമ്മൾ ഈ പറയുന്ന പോലെ അമേരിക്കയ്ക്ക് അതിൻ്റെതായ ലെഗസി ഉണ്ട്. ഇപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങളും ഒരു ബ്രിട്ടീഷ് എംപയറിനെ മോഡൽ ചെയ്തിട്ടാണ് നമ്മുടെ പല കാര്യങ്ങളും, കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ പാർലമെന്ററി പ്രൊസീജിയേഴ്സും ഒക്കെ നമ്മളൊന്ന് ഫ്രെയിം ചെയ്ത് പോയെന്നുള്ളത് നമ്മൾ അമേരിക്കയുടെ കണ്ടു പഠിച്ചിട്ടില്ല എന്നുള്ളത്. പഠിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കും ഈ ഷട്ട് ഡൗൺ വന്നതിന്. ഭാഗ്യം അമേരിക്ക നമ്മളെ ഇൻവേഡ് ചെയ്തില്ല, ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഇൻവേഡ് ചെയ്ത്. നമ്മളൊരു കോമൺവെൽത്ത് കൺട്രി ആണെന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ CNN ഞാനൊന്ന് നോക്കുമ്പോൾ CNN എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് വെച്ചപ്പോൾ അവരും പറയണത് ഷട്ട് ഡൗൺ മിക്കവാറും അടുത്ത ആഴ്ചയും കൂടെ എക്സ്റ്റെൻഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതായത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതോറും എന്താണ് പ്രോബ്ലം എന്നുള്ള കാര്യമില്ല. ഇപ്പൊ ഇന്ത്യയായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴേ ഇന്ത്യയുടെ ഫിനാൻസ് ബില്ല് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഒറ്റ ബില്ല് പാസ്സാക്കിയാൽ മതി. അമേരിക്കയിൽ അത് 12 ബില്ലാണെന്ന് തോന്നുന്നു. അപ്പോൾ 12 ബില്ല് ഡിസ്കഷൻ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും നമ്മളെ കൈകോർത്ത് പോക്കൽ, ഇതൊക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിന് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ വന്നാണ്, അതായത് ഈ ഫോർബ്സിന്റെ റിച്ചസ്റ്റ് ഇന്ത്യൻസ് ഒന്ന് ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫോർച്യൂൺ മാഗസീൻ ഇതേപോലെ വേൾഡ് റിച്ചസ്റ്റ് പേഴ്സൺസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ റിച്ചസ്റ്റ് പേഴ്സൺസ് അവർ കമ്പൈൽ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ചെന്നിട്ട് എന്താ ചെയ്യണമെന്നറിയോ? അവർ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഓഫീസിൽ ചെന്ന് കോൺടാക്ട് ചെയ്യും. ഇതിനൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അവരുടെ വാല്യുവേഷൻസ് കൊടുക്കും. ഈ വാല്യുവേഷൻസ് എല്ലാം കൂടെ കമ്പൈൽ ചെയ്യും അവരുടെ റിസർച്ച് ടീം. അതായത് ഫോർച്യൂണിൻ്റെയും ഫോബ്സിൻ്റെയും ആൾക്കാർ കമ്പൈൽ ചെയ്തിട്ട് ടോപ്പ് 10 റിച്ചസ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിലേക്ക് ഒരു ലിസ്റ്റ്, അതായത് എസ്പെഷ്യലി ഞാൻ ഈ പറയാൻ പോണ ഇന്ത്യ റിച്ച് ലിസ്റ്റ് ഫോർ 2025 ആണ്. ഫോർച്യൂണും ഫോബ്സും അല്ല ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മൂന്നാമതൊരു കമ്പനി ഉണ്ട്, അത് ഹുറുൺ റിപ്പോർട്ട് അല്ലെങ്കിൽ ഹുറുൺ ലിസ്റ്റ് എന്നാണ്, HURUN. അപ്പോൾ ഹുറുൺ റിച്ച് ലിസ്റ്റ് ഇന്ത്യ 2025 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് മുകേഷ് അംബാനിയാണ്. നെറ്റ്വർത്ത് വരുന്നത് മുകേഷ് അംബാനി ആൻഡ് ഫാമിലി. ഞാൻ ഈ പറയുന്നവരുടെ ലിസ്റ്റ് പറയുന്നത് അവർ പ്ലസ് ഫാമിലി എന്നുള്ള രീതിയിലാണ് ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് ഹുറുൺ ലിസ്റ്റിൽ. ആ പറയുന്നത് അംബാനിയുടെ നെറ്റ്വർത്ത് ₹9.55 lakh crore, 9.5 ലക്ഷം കോടി. രണ്ടാമത് വരുന്നത് ഗൗതം അഡാനി 8.15 lakh crore. മൂന്നാമത് വരുന്നത് റോഷ്നി നാടാർ, അതായത് ശിവ് നാടാറിന്റെ മകള് HCL ടെക്നോളജീസ്, ₹2.84 lakh crore. സൈറസ് പൂനാവാല ഫാമിലി എന്ന് പറയുന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ കോവിഷീൽഡ് അല്ലെ, കോവിഡ് വാക്സിന് വേണ്ടിയിട്ടുള്ള അവരാണ് ശരിക്കും പറഞ്ഞാൽ 4th, $2.46 lakh crore. കുമാരമംഗലം ബിർള ആൻഡ് ഫാമിലി, നമ്മുടെ അൾട്രാടെക്, ഗ്രാസിം എല്ലാം കൂടെ വരുന്നുണ്ടല്ലോ, അത് ₹2.32 lakh crore. പിന്നെ വരുന്നത് നീരജ് ബജാജ് ആൻഡ് ഫാമിലി, $2.32 lakh crore. ദിലീപ് സംഘ്വി സൺ ഫാർമ ₹2.3 lakh crore. പിന്നെ അസിം പ്രേംജി വിപ്രോ $2.21 lakh crore. ഗോപിചന്ദ് ഹിന്ദുജ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇൻഡസിൻഡ് ബാങ്ക്, അശോക് ലേലാൻഡ് $1.85 lakh crore. പിന്നെ വരുന്നത് 10 രാധാകൃഷ്ണൻ ദമാനി ₹1.8 lakh crore. അവന്യൂ സൂപ്പർ മാർട്ട് അല്ലെങ്കിൽ ഡിമാർട്ട്. രാധാകൃഷ്ണൻ ദമാനി വരുന്നതിൽ നമുക്കൊരു സന്തോഷം എന്നറിയോ? രാധാകൃഷ്ണൻ ദമാനിയുടെ സ്വന്തം ബിസിനസ്സായ അവന്യൂ സൂപ്പർ മാർട്ട് അല്ലെങ്കിൽ ഡിമാർട്ട് മാത്രമല്ല, അദ്ദേഹം മാർക്കറ്റിലെ വലിയൊരു ഇൻവെസ്റ്റർ. അതായത് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ ടോപ്പ് 10ലേക്ക് അക്കോർഡിംഗ് ടു ഹുറുൺ ലിസ്റ്റ് വന്നിരിക്കുന്നു എന്നുള്ള. ഈ ഹുറുൺ ലിസ്റ്റിന്റെ ഈ ഫൗണ്ടറും ചീഫ് റിസർച്ച് ഓഫീസറും എൻ്റെ വളരെ വലിയ സുഹൃത്താണ് അനസ് റഹ്മാൻ ജുനൈദ്.
അനസ് റഹ്മാൻ ജുനൈദ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളിയാണ്, നമ്മുടെ പണ്ട് ജനറൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്ന ജുനൈദ് ഡോക്ടറിൻ്റെ മകനാണ് എന്നുള്ളതാണ്. അപ്പോൾ അനസിൻ്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അനസിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയ അനസ് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ചയും സംസാരിച്ചിരുന്നു എന്നുള്ള. അപ്പോൾ അനസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തെന്നറിയോ, ഇന്ത്യയിൽ ഏതാണ്ട് 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറിയാണ്. ഈ നമ്മുടെ മുകേഷ് അംബാനിയുടെ വാല്യൂഷൻ പറഞ്ഞില്ലേ, ഈ മുകേഷ് അംബാനിയുടെ വാല്യൂഷൻ വെച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ GSDP അല്ല GDP നമ്മൾ നോക്കുകയാണെങ്കിൽ മുകേഷ് അംബാനിയെക്കാളിലും റിച്ചസ്റ്റ് ആയിട്ട് 4 സംസ്ഥാനങ്ങളേ ഉള്ളൂ. 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറിയിൽ. ഒന്നാണെന്നറിയോ, മഹാരാഷ്ട്രയുടെ GDP 24.1 lakh crore, 24.1 lakh crore. തമിഴ്നാടിൻ്റെ GDP ₹15.7 lakh crore. യുപിയും കർണാടകയും ഏതാണ്ട് 14.23 lakh crore ആണ്. നമ്മുടെ കേരളം ഒരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ 6.35 lakh crore എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി 6.35 lakh crore ആവാനുള്ള ചാൻസ് ഉണ്ട്. മുകേഷ് അംബാനി എത്ര? 9.55 lakh crore. അതായത് മുകേഷ് അംബാനി ഈസ് റിച്ചർ ദാൻ കേരള എന്ന് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സർക്കാസ്റ്റിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം. നോ ഒഫൻസ്മെന്റ്, ഞാനൊരു മലയാളി തന്നെയാണല്ലോ. അംബാനി അങ്ങനെ റിച്ചസ്റ്റ് പേഴ്സൺ ആയിരിക്കുന്നു എന്നുള്ള. ഇനി അതർ പാർട്ട് ഓഫ് ദ വേൾഡ്, ഇനി ഓപ്പോസിറ്റ് ഹെമിസ്ഫിയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എലോൺ മസ്ക് ബിക്കെയിം ദ വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സൺ, അല്ലേ? ദ ഫസ്റ്റ് പേഴ്സൺ ടു സർപാസ് $500 billion ഇൻ നെറ്റ്വർത്ത്. അതായത് 41 ലക്ഷം കോടി. നമ്മളിവിടെ 9.5 ലക്ഷം കോടി തന്നെ നമ്മൾ പറഞ്ഞിട്ട് തല ഇറങ്ങണമെന്നില്ല. 41 ലക്ഷം കോടിയിലേക്ക് ഇലോൺ മസ്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ടെസ്ലയുടെ സ്റ്റോക്ക് 14% കയറിയത് കാരണമാണ് ഈ വാല്യൂഷനിലേക്ക് വന്നതെന്നുള്ള. അദ്ദേഹം ടെസ്ലയിൽ 12% ഷെയർ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം എനിക്ക് വീണ്ടും പ്രേക്ഷകരോട് പറയാനുള്ളത്, 12% ഷെയറാണ് ഇലോൺ മസ്ക് ടെസ്ലയിൽ ഹോൾഡ് ചെയ്യുന്നത്. നമ്മളും ഇതേപോലെ ഇന്ത്യയിലെ നല്ല നല്ല കമ്പനികൾ 12%, 15% ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ അപ്രിസിയേഷനിൽ നമ്മുടെ വാല്യൂഷനും എവിടെ ഇരുന്നതിനെന്നുള്ള വല്ല 1% ഒരു TCSലോ ഇൻഫോസിസിലോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വാല്യൂഷൻ എന്താവുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയാൻ വന്ന കാര്യം, നിങ്ങൾ ടോപ്പ് 10 റിച്ചസ്റ്റ് പേഴ്സൺ ലിസ്റ്റിലേക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എടുത്ത് നോക്കുമ്പോൾ അവരുടെ എല്ലാം വാല്യുവേഷൻ അവരുടെ ബിസിനസ്സിൽ വന്നുകൊണ്ട് അവരുടെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ, അതായത് ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന അവരുടെ DP അക്കൗണ്ടിലാണ് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇക്വിറ്റിയുടെ വാല്യുവേഷൻ എങ്ങനെയാണ് നിങ്ങളെ റിച്ചറാക്കുന്നത്, വെൽത്ത് ക്രിയേഷൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ നിഫ്റ്റി ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ലെവൽ 25,000 കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി നിൽക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ലാസ്റ്റ് കുറേ മാസങ്ങളായിട്ട് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തതാണെങ്കിൽ പോലും ഒരുപാട് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് നല്ല റിട്ടേൺ തന്നിട്ടുണ്ട്. ജാസ്മിൻ, ഞാൻ അതാണ് തുടക്കത്തിൽ തന്നെ പറയും, GMDC +43% ആണ് തന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പർ 41% അപ്രിസിയേഷൻ തന്നു. വോഡാഫോൺ ഐഡിയ 30% തന്നു. ആനന്ദ് രാജ് 30% തന്നു. അഡാനി പവർ 25% തന്നു എന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടോ കറക്റ്റ് ചെയ്തുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് വെൽത്ത് ഡിസ്ട്രോയ് ആവണമെന്ന് കാര്യമില്ല. നിങ്ങൾ പക്ഷേ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുകയോ ഓപ്ഷൻസിൽ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നഷ്ടം വരുള്ളൂ. ഇൻഡിവിജ്വൽ സ്റ്റോക്സ്, അതായത് ബോട്ടം അപ്പ് സ്റ്റോക്ക് പിക്കിംഗ്, ദിസ് ഈസ് എ സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റ്. ഓക്കെ, കൺസോൾഡേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ, കൺസോൾഡേറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ നിങ്ങൾ ലാർജർ ബ്രോഡർ ട്രേഡിംഗ് കോൾ എടുക്കാതെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ബൈ ചെയ്ത് നിങ്ങൾ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡോ നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല അപ്രീസിയേഷൻ കിട്ടുമെന്നുള്ളതാണ്. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് അപ്ഡേറ്റിലേക്ക് പോകാം. അതായത് RBIയുടെ മോണിറ്ററി പോളിസി വന്നല്ലോ. എല്ലാവരും ഉറ്റുനോക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റും കറൻസി മാനേജ്മെൻറ്റാണ്. അതാണ് അവരുടെ ബേസിക് മാൻഡേറ്റ് എന്നത്. ബട്ട് ഇപ്രാവശ്യത്തെ RBI പോളിസി എന്ന് പറഞ്ഞാൽ അതിലല്ല നമ്മൾ നോക്കേണ്ടിയിരുന്നത്. ആഫ്റ്റർ RBI പോളിസി ഇറ്റ് ഹാസ് ഓപ്പൺ ദ ഡോർ ഫോർ ബാങ്ക്സ് ടു ക്രിയേറ്റ് ന്യൂ പ്രോഫിറ്റ് പൂൾസ്. അതായത് ബാങ്ക്സിന് പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്ന് പുതിയ ബിസിനസ് തേടിപ്പിടിച്ച് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പുതിയ മാർഗങ്ങളാണ് ഈ RBI മോണിറ്ററി പോളിസിയിൽ ഊരിത്തിരിഞ്ഞ് വന്നതെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എസ്പെഷ്യലി നിഫ്റ്റിയിൽ ബാങ്ക്സിൻ്റെയും PSU ബാങ്ക്സും പ്രൈവറ്റ് ബാങ്ക്സിൻ്റെയും സെക്ടർ അല്ലെങ്കിൽ സ്റ്റോക്സ് എങ്ങനെ പെർഫോം ചെയ്യും, അവരാണ് ഇതിന് സ്ട്രെങ്ത് കൊടുക്കേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മാർക്കറ്റ് കയറുമോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. നമ്മളൊരു ട്രേഡ് സെറ്റപ്പ് പറഞ്ഞു എന്ന് മാത്രം. ഓട്ട് ചെയ്യൂ ജാസ്മിൻ. സുരേഷ് സാർ, നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷനിൽ പല സ്റ്റോക്കുകളുടെയും അല്ലെങ്കിൽ കമ്പനികളുടെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട സാധ്യതകളും മുന്നിലുള്ള വെല്ലുവിളികളും ഒക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചുകൊണ്ട്
നമ്മുടെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് അവതരിപ്പിക്കാറുണ്ട്. സോ പല പ്രേക്ഷകരും നമുക്ക് കമൻറ്റായിട്ട് തരാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഫോളോ ചെയ്തതുകൊണ്ട് ഒരു നേട്ടമുണ്ടായി, ഇത്ര പെർസെൻറ്റേജ് നേട്ടം കിട്ടിയെന്നൊക്കെ. സോ ഇന്ന് നമ്മുടെ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് അവതരിപ്പിക്കാൻ നമ്മൾ ഏത് ബിസിനസ്സാണ് തിരഞ്ഞെടുക്കുന്നത്, അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികളും പോസിറ്റീവ് കാര്യങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സോ അത് ഒന്നും തന്നെ ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല, തീർച്ചയായിട്ടും അതൊരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് കടക്കാം. ജാസ്മിൻ, ആദ്യം തന്നെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഡിസ്ക്ലോഷറോടുകൂടി തന്നെ തുടങ്ങാം. അതായത് അല്ലെങ്കിൽ ഡിസ്ക്ലൈമർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ സ്പോട്ട്ലൈറ്റിലേക്ക് അവതരിപ്പിക്കുന്നത് ഒരു ബിസിനസ്സാണ്, ഒരു സ്റ്റോക്ക് അല്ല. തീർച്ചയായിട്ടും അതിൽ പല ആൾക്കാരും അതൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ട് എടുത്തിട്ട് മാർക്കറ്റിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പൈസ കിട്ടുന്നതിന് നമ്മളെ താങ്ക് ചെയ്യാറുണ്ട്. അതൊരിക്കലും നമ്മുടെ കഴിവേ അല്ല, അത് നിങ്ങളുടെ കഴിവ് തന്നെയാണ്, അത് നമ്മുടെ പ്രേക്ഷകരുടെ കഴിവ് തന്നെയാണെന്നുള്ള. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഡെയിലി ന്യൂസിൽ നിന്നും ആ ന്യൂസിൻ്റെ പുറകിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സോ സ്റ്റോക്കോ ഒളിച്ചിരിക്കുന്നെങ്കിൽ ആ കമ്പനിയെ നിങ്ങളുടെ മുന്നിലേക്ക് മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ. ആ അവതരിപ്പിക്കുന്ന എല്ലാ കമ്പനിയും പോസിറ്റീവേ അല്ല, അതായത് ഒരു റെക്കമെൻഡേഷൻ അല്ല. എത്രയോ നമ്മൾ മോശം കമ്പനികൾ പറഞ്ഞിരിക്കുന്നു, എത്രയോ മോശം കമ്പനി. നമ്മൾ ഡ്രീം ഫോക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ നെഗറ്റീവ്സ് നമ്മൾ സർക്കാസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ച് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചു, നാണമില്ലേ നിങ്ങൾക്ക് ഈ സ്റ്റോക്സ് അവതരിപ്പിക്കാൻ? നമ്മൾ 100 വട്ടം നമ്മൾ പറഞ്ഞതാണ്, നമ്മളെന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ഐഡിയ അല്ല. നിങ്ങളുടെ മുന്നിലേക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിന് ഉദാഹരണം, എന്താണ് ഇതിന് കാരണം എന്നുള്ള രീതിയിലേക്കാണ് നമ്മളൊരു ബിസിനസ്സിനെ അവതരിപ്പിക്കുന്നത്. ദൈവത്തെ ഓർത്ത് സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ഐഡിയ ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ റെക്കമെൻഡേഷനോ അല്ല. ഒരു ബിസിനസ്സിനെ, അതായത് നമ്മൾ ഡെയിലി വരുന്ന ന്യൂസിൽ നിന്നാണ് എടുക്കുന്നത്, കാറ്റത്ത് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നതല്ല. ഏതെങ്കിലും ന്യൂസിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ബിസിനസ്സിനെ നിങ്ങളുടെ മുന്നിലേക്ക്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താ? നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരിക. അതായത് ഇപ്പോൾ ഫണ്ടമെന്റൽസിന് ക്ലാസ് ഉണ്ട്, ടെക്നിക്കൽസിന് ക്ലാസ് ഉണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കരുത്. കാര്യം ഇപ്പോൾ അവർ സർവീസിന്റെ വില കൂട്ടിയോ അവർ നിങ്ങൾക്ക് സർവീസ് തരാതിരുന്നോ നിങ്ങൾ വഴിയാധാരമായി പോയില്ല. അതുകൊണ്ട് നിങ്ങളെ സെൽഫായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ് ഞാൻ എന്ന് പറയുന്ന മിസ്റ്റർ സൂരജ് നായരും ജാസ്മിൻ ജമാൽ എന്ന് പറയുന്ന എൻ്റെ കൂടെ ഇരിക്കുന്ന കൊളീഗും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങളിലേക്ക് ശക്തി പടരാൻ വേണ്ടി എങ്ങനെ ഒരു കാര്യം അനലൈസ് ചെയ്യണം, നിങ്ങൾ ഡെയിലി കേൾക്കുന്ന ന്യൂസിൻ്റെ പുറകിൽ നിന്ന് എങ്ങനെ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിത്യജീവിതത്തിൽ നിന്ന് നിങ്ങൾ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ നിന്ന്, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ, നിങ്ങൾ സാധാരണ മാർക്കറ്റിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളിൽ നിന്നും അതിൻ്റെ പുറകിലുള്ള ഒരു ബിസിനസ്സും ആ ബിസിനസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിനെയും കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇന്ന് സ്പോട്ട്ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒട്ടും പോസിറ്റീവ് അല്ലാത്ത ഒരു കാര്യമാണ്. ഇത് മാൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ മാൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി 23 സെപ്റ്റംബറിൽ ഏതാണ്ട് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 452 ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് നോക്കുമ്പോൾ ഞാൻ ഇന്നലെയോ മിനിങ്ങാന്ന് കണ്ട എൻ്റെ പ്രൈസ് നോക്കുമ്പോൾ 366 രൂപയായിരുന്നു. അതായത് 19% ഫോള് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള. 19% ഫോള് വരാനുള്ള കാര്യം എനിക്ക് തോന്നുന്നു 30-ാം തീയതി, എനിക്ക് തോന്നുന്നു 29 സെപ്റ്റംബറിന് സെബിയുടെ വക ഒരു 11B ഓർഡർ വന്നു. ഈ 11B ഓർഡർ ആൻഡ് റിലേറ്റഡ് പ്രസ് റിപ്പോർട്ട്സ്, അതാണ് കാരണം. 29-ാം തീയതി വന്നത് കാരണം എനിക്ക് തോന്നുന്നു 30-ാം തീയതി 16% മാൻ ഇൻഡസ്ട്രീസ് താഴെ വീണു. അപ്പോൾ സെബി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കി? അതായത് 2021 മുതൽ സെബി മാൻ ഇൻഡസ്ട്രീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4-5 കൊല്ലം കഴിഞ്ഞിട്ട് അവരൊരു 11B ഓർഡർ ഇറക്കി. അതിൻ്റെ പേരിൽ ആ 11B ഓർഡറിലും അതിന് റിലേറ്റഡ് ആയിട്ട് വന്ന പ്രസ് റിപ്പോർട്ട്സിലും കൂടെയാണ് നമ്മൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് ഇന്ന് മാൻ ഇൻഡസ്ട്രീസ് ആണെന്നുള്ള. അപ്പോൾ സെബി 11B ഓർഡറിൽ പറയുന്ന കാര്യം എന്തെന്നറിയോ? മാൻ ഇൻഡസ്ട്രീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യം, അതായത് സെബി അലഗേഷൻ ഇതാണ്: ഫണ്ട് ഡൈവേർട്ടഡ് ഫ്രം മെയിൻ കമ്പനി എന്ന് പറഞ്ഞാൽ മാൻ ഇൻഡസ്ട്രീസ് ടു റിലേറ്റഡ് എൻറ്റിറ്റീസ് ഓർ സബ്സിഡറീസ്. അതായത് മാൻ ഇൻഡസ്ട്രീസിന് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്, സബ്സിഡറീസ് ഉണ്ട്. അതിലേക്ക് ഫണ്ട് ഡൈവേർട്ട് ചെയ്തു, വകമാറ്റി. ആ ഒരു ആക്ട് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ബെനിഫിറ്റ് ചെയ്തത് കംപ്ലീറ്റ് മെജോറിറ്റി ഷെയർ ഹോൾഡറായ പ്രൊമോട്ടറാണ്. ആ പ്രൊമോട്ടറിൻ്റെ ഈ ആക്ട് ശരിക്കും പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്, സാധാരണ നമ്മളെ പോലത്തെ ഷെയർ ഹോൾഡേഴ്സിന് നെഗറ്റീവാണ് എന്നുള്ള രീതിയാണ് സെബിയുടെ ഫസ്റ്റ് അലിഗേഷൻ. രണ്ടാമത് പറയുന്നത് വെച്ചാൽ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ കോംപ്ലിക്കേറ്റ് ചെയ്ത് ഇത് കൺസീൽ ചെയ്ത് വെച്ചു. അതായത് വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ രീതി നടത്തി ഇത് പുറത്തറിയാത്ത രീതിയിലേക്ക് ആക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അലിഗേഷൻ. മൂന്നാമത്തെ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ കമ്പനി, അതായത് മാൻ ഇൻഡസ്ട്രീസ്, അവരുടെ സബ്സിഡറി കമ്പനിയെ
കൺസോൾഡേറ്റ് ചെയ്ത് കാണിച്ചില്ല. അതായത് മാൻ ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട്സ് വരുമല്ലോ, ഈ റിസൾട്ട്സും ഫിനാൻഷ്യൽ റിപ്പോർട്ടും വരുമ്പോൾ അവർക്ക് ഏതെങ്കിലും സബ്സിഡറി കമ്പനികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട്സും കൂടെ ഇതിനകത്ത് കൺസോൾഡേറ്റ് ചെയ്ത് കാണിക്കണം. എന്നാൽ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആ ലോസും ലയബിലിറ്റിയും, സബ്സിഡറി കമ്പനിയുടെ ലോസ്, സബ്സിഡറി കമ്പനി ലോസിലും അതിന് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് ഈ മെയിൻ കമ്പനിയുടെ റിസൾട്ട്സിൽ അവർ കൺസോൾഡേറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ചെയ്തത് കാരണം മെയിൻ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ടാമ്പർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ സബ്സിഡറി കമ്പനിയുടെ ഫിനാൻഷ്യൽസും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നുണ്ടെങ്കിൽ ഈ മെയിൻ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മാറിയേനെ. ഉദാഹരണത്തിന് എനിക്ക് 10 രൂപയാണ് പ്രോഫിറ്റ്, എനിക്കൊരു സബ്സിഡറി കമ്പനിയുണ്ട്, അതിന്റെ ലോസ് 5 കോടിയാണ്. അപ്പം ഞാൻ എൻ്റെ മെയിൻ കമ്പനി മാത്രം നോക്കുമ്പോൾ, സൂരജ് നായർ ഇൻകോർപ്പറേറ്റഡ് നോക്കുമ്പോൾ 10 രൂപ പ്രോഫിറ്റ്. എന്നാൽ എൻ്റെ സബ്സിഡറി കമ്പനിയായ മകൻ്റെ കമ്പനി, നമ്മുടെ കമ്പനിക്ക് അതിൽ ഹോൾഡിംഗ് ഉണ്ട്, അതിനാണല്ലോ സബ്സിഡറി എന്ന്, അതും കൂടെ ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിൻ്റെ 5 റുപ്പീസ് ലോസും ഇതിൻ്റെ 10 രൂപ ലോസും കൂടെ ചേർന്ന് രണ്ടും കൂടെ മൈനസ് ചെയ്ത് എൻ്റെ ടോട്ടൽ ലോസ് 5 റുപ്പീസ് ആയത്. അപ്പോൾ ആ ഒരു കാര്യം കൺസീൽ ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, അതായത് പേരന്റ് കമ്പനിയും സബ്സിഡറി കമ്പനികളും പേരന്റ് കമ്പനിയും റിലേറ്റഡ് കമ്പനി, ചിലപ്പോൾ സബ്സിഡറി ആയിരിക്കില്ല, മകളുടെ കമ്പനി, മകൻ്റെ കമ്പനി എന്നൊക്കെ പറയുന്ന റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്തുന്നതൊക്കെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. അതായത് ആകെ മൊത്തം എല്ലാം കൂടി കോർപ്പറേറ്റ് ഗവർണൻസിൽ കുളമാക്കി വെച്ചു എന്നുള്ളത്. അപ്പോൾ സെബിയുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, ആൻഡ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് ഏതിൻ്റെ അടിയിലാണെന്ന് അറിയോ? പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് നോംസ്, PFUTP എന്നുള്ള കീഴിലാണ് ഇവർ ഫ്ലാഗ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യം. അത് മാത്രമല്ല, അവർ എന്താണെന്നറിയോ അതിനകത്തുള്ള ശിക്ഷ? എനിക്ക് അത് കേട്ടിട്ടാണ് കുറച്ചുകൂടി രസം വന്നത്. അതായത് മാൻ ഇൻഡസ്ട്രീസിൻ്റെ 3 ടോപ്പ് ഒഫീഷ്യൽസ്, അതായത് അതിൻ്റെ ചെയർമാനായിട്ടുള്ള രമേഷ് മൻസുക്കാനി, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ നിഖിൽ മൻസുക്കാനി, ഫോർമർ CEO അശോക് ഗുപ്ത, ഇവര് 3 പേര് ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് 2 കൊല്ലത്തേക്ക് ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ബാൻ. അത് മാത്രമല്ല, മാൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനി ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ, അതായത് വേറെ ഫണ്ട് റൈസിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ, ആക്സസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് 2 കൊല്ലത്തെ ബാനും കൊടുത്തു. എല്ലാവർക്കും 25 ലക്ഷം രൂപ ഫൈനും കൊടുത്തു. അപ്പോൾ ഈ 3 പേര് പ്ലസ് കമ്പനിയും കൂടെ ആകുമ്പോൾ 25 × 4 1 കോടി രൂപ ഫൈനും കൂടെയാണ് സെബി വെച്ചതെന്നറിയാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്താണെന്നറിയോ? ഈ സബ്സിഡറി കൂടിയാണല്ലോ ഇവരെല്ലാം നടത്തിയിരിക്കുന്നത്. മദർ കമ്പനി, സബ്സിഡറി കമ്പനി, റിലേറ്റഡ് കമ്പനി, ഈ 3 പറയുന്ന എൻറ്റിറ്റീസിൽ കൂടെയാണ് ഈ വേലത്തരങ്ങൾ കംപ്ലീറ്റ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2023 അനുസരിച്ച് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IND AS 110 അല്ലെങ്കിൽ AS 21 പ്രകാരം എ സബ്സിഡറി കമ്പനി, അതായത് നമ്മുടെ മദർ കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ 50% അതിൽ കൂടുതൽ ഷെയർ ഹോൾഡിങ്ങോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ ഡെയിലി റണ്ണിങ് അഫയേഴ്സിൽ നമുക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസോ കൺട്രോളോ അവരുടെ പോളിസി ഡിസിഷൻസിൽ നമുക്ക് കയ്യോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ചുരുക്കം പറഞ്ഞാൽ 50% മുകളിലാണ് നമ്മുടെ ഹോൾഡിംഗ് നമ്മുടെ സബ്സിഡറി കമ്പനിയിൽ നമുക്ക് മദർ കമ്പനിക്ക് ഉണ്ടെങ്കിൽ, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസും കൂടെ നമ്മുടെ ഇത് റിസൾട്ട്, മാൻ ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതും കൂടി കാണിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യം. അതായത് സബ്സിഡറി കമ്പനിയുടെ എന്തൊക്കെ കാര്യങ്ങൾ, ഫിനാൻഷ്യൽസ് ഓഫ് ദ സബ്സിഡറി എന്ന് പറയുമ്പോൾ അതിൻ്റെ അസറ്റ്സ്, അതിൻ്റെ ലയബിലിറ്റീസ്, അതിൻ്റെ പ്രോഫിറ്റ്, അതിൻ്റെ ലോസ്, അതിൻ്റെ ക്യാഷ് ഫ്ലോ, സബ്സിഡറിയുടെ പ്രോഫിറ്റ്, ലോസ്, അസറ്റ്, ലയബിലിറ്റി, ക്യാഷ് ഫ്ലോ എല്ലാം കൂടി നമ്മൾ നമ്മുടെ മെയിൻ കമ്പനിയുടെ റിസൾട്ടിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം കാണിക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സാധാരണ നമ്മുടെ റിസൾട്ട്സ് വരുമല്ലോ, റിസൾട്ട്സ് വരുമ്പോൾ 2 രീതിയിലുള്ള റിസൾട്ട് വരും. കൺസോളിഡേറ്റഡ് റവന്യൂ, സ്റ്റാൻഡ് അലോൺ റവന്യൂ. സ്റ്റാൻഡ് അലോൺ റവന്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം കമ്പനി, മദർ കമ്പനിയുടെ മാത്രമാണ് ഈ സ്റ്റാൻഡ് അലോൺ ഒറ്റയ്ക്കുള്ള റവന്യൂ എന്ന് പറയുന്നത്. കൺസോളിഡേറ്റഡ് റവന്യൂ എന്ന് പറയുമ്പോൾ എൻ്റെ കമ്പനിയുടെയും നമ്മുടെ സബ്സിഡറി കമ്പനീസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റിസൾട്ട്സ് വരുമ്പോൾ ഈ പേപ്പറിലൊക്കെ കണ്ടു കാണും കൺസോളിഡേറ്റഡ് റിസൾട്ട്സ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് വരുമ്പോൾ കൺസോളിഡേറ്റഡ് ഇത്ര റവന്യൂ, സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഇത്ര റവന്യൂ അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ്സ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ കമ്പനികൾക്ക് സബ്സിഡറി ഉണ്ട്, ആ സബ്സിഡറിയുടെ കാര്യം കൂടെ ചേർത്താണ് പറയുന്നത് എന്നുള്ള. സബ്സിഡറി ഇല്ലാത്ത കമ്പനിക്ക് സ്ട്രേറ്റ് അവേ കൺസോളിഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന പോലെ സ്ട്രേറ്റ് അവേ സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സ് ആണ് പറയുന്നത് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി കമ്പനീസ് ആക്റ്റും ബാക്കി ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും പറയുന്നത് നിങ്ങൾക്ക് സബ്സിഡറി ഉണ്ട്, എന്നാൽ സബ്സ്റ്റാൻഷ്യൽ ഹോൾഡിംഗ് ഇല്ല എന്ന് വെക്കാം 50% കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു 10%, 12% ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ ഫിനാൻഷ്യൽസ്
നിങ്ങളുടെ മെയിൻ കമ്പനിയിലേക്ക് കൺസോൾഡേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം, അതായത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഞങ്ങൾക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ 10% സ്റ്റേക്കോ 15% ഇങ്ങനെ ഒരു സബ്സിഡറി ഉണ്ട്, 50% മുകളിലില്ലാത്തതുകൊണ്ട് ഞങ്ങളത് കൺസോൾഡേറ്റഡിൽ കാണിക്കുന്നില്ല. കൂടുതൽ കോർപ്പറേറ്റ് ഗവർണൻസിനും ട്രാൻസ്പെറൻസിക്കും വേണ്ടി പറയും എനിക്ക് 10% ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ പോലും ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ട്സ് കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി കാണിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പറയാം. അതായത് ഒരാളുടെ വ്യക്തിപരം, അതായത് ഒരു കമ്പനിയുടെ ക്വാളിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഡിസ്ക്ലോഷർ നോംസ് അവിടെയൊക്കെയാണ് നമ്മൾ ഈ TCS, ടാറ്റ കമ്പനി അല്ലെങ്കിൽ ഇൻഫോസിസിൻ്റെ അല്ലെങ്കിൽ റിലയൻസ് ഒക്കെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് കാണിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്കോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റേഴ്സിനോ ഇത് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടും എന്നുള്ള. ഇപ്പം മാൻ ഇൻഡസ്ട്രി എന്ന് ബേസിക്കലി ഇവർ പൈപ്പാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, വാട്ടർ സപ്ലൈസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പൈപ്പാണ് ഇവർ ഉണ്ടാക്കണമെന്നുള്ള. ഇവരുടെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ വലിയ ക്ലയൻസ് ആണ് കേട്ടോ. ഷെല്ല്, സിനോപാക്ക്, ഇന്ത്യൻ ഓയിൽ, LNT ഒക്കെ ഇവരുടെ ക്ലയൻസ് എന്നാണ്. അവർ 2013 ശരിക്കും പറഞ്ഞാൽ അവർ മെറീനോ ഷെൽട്ടേഴ്സും കൂടി ഇതിന്റെ കൂടെ മെർജ് ചെയ്തു. മെറീനോ ഷെൽട്ടേഴ്സ് ആണ് ഈ പറയുന്ന കമ്പനി ഇൻ ക്വസ്റ്റ്യൻ. അതായത് 2014-15 മെറീനോ ഷെൽട്ടേഴ്സ് വന്നതിന് ശേഷം 14-15 അതിന്റെ അടുത്ത കൊല്ലം ഇവരെന്ത് ചെയ്തു? കൺസോൾഡേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം അവർ കാണിച്ചു പോയി. പക്ഷേ 2014-15 ശേഷം 6 കൊല്ലത്തേക്ക്, അതായത് 2021 വരെ ഇങ്ങനെയുള്ള ഒരു കമ്പനി കൺസോൾഡേറ്റ് ചെയ്ത് വിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും മാൻ ഇൻഡസ്ട്രീസ് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വഴക്കുണ്ട്, അതായത് ഞങ്ങൾ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു വഴക്കുണ്ട്. ആ ബ്രദേഴ്സ് തമ്മിലുള്ള വഴക്കും അതിൻ്റെ സ്വത്തുപരമായിട്ടുള്ള തർക്കങ്ങളും കാരണം ബോംബെ ഹൈക്കോർട്ടിൽ ഒരു ഫാമിലി കേസ്. ഈ ഫാമിലി കേസ് കാരണമാണ് ഞങ്ങൾ ഈ കമ്പനി കൺസോൾഡേറ്റ് ചെയ്ത് കാണിക്കാത്തത്. അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ അവരൊരു കുടുംബകാര്യം പറഞ്ഞാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ളത്. അവരുടെ മാത്രം കമ്പനി അല്ല ഇതെന്നുള്ളതാണ് നമുക്ക് അവിടെ ആദ്യം പറയുന്നില്ല. അപ്പോൾ സെബി ഇതൊന്നും കേട്ട് വളരെ കൺവിൻസ്ഡ് ആയില്ല. കാര്യം സെബി പറയുന്നത് വെച്ചാൽ ഹൈക്കോർട്ടിൽ നിങ്ങൾക്ക് കുടുംബപരമായിട്ട് കേസ് ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഹൈക്കോർട്ട് ഒരിക്കലും നിങ്ങളുടെ കൺസോൾട്ടേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്പിരിറ്റിന് എഗെയിൻസ്റ്റ് ആണ് നിങ്ങൾ ആക്ട് ചെയ്തത് എന്നുള്ളതാണ് അവർ പറയുന്ന റീസൺ. അപ്പോൾ 6 കൊല്ലത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി, അതായത് മെറീനോ എന്ന് പറയുന്ന കമ്പനി, മെറീനോ ഷെൽട്ടേഴ്സ് 4.73 crores നഷ്ടമാണ് ഉണ്ടാക്കിയത് 6 കൊല്ലം. അതായത് 2014-15 മുതൽ 2021 വരെ 4.73 കോടിയുടെ ലോസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കാം, പക്ഷെ ഇതിനെ മാൻ ഇൻഡസ്ട്രീസിന്റെ മെയിൻ റിസൾട്ട്സിലേക്ക് കൺസോൾഡേറ്റ് ഉണ്ടെങ്കിൽ മാൻ ഇൻഡസ്ട്രീസിന്റെ പ്രോഫിറ്റ് 1% മുതൽ 4% വരെ കുറഞ്ഞേനെ. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, 10 രൂപ ഞാൻ ഉണ്ടാക്കി, എൻ്റെ മകൻ്റെ കമ്പനി എന്നെ എനിക്ക് ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനി 5 രൂപ ലോസ് ആയി. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 5 രൂപയിൽ കുറയും അല്ലേ? ആ രീതിയിൽ, അതായത് 1.4% പ്രോഫിറ്റ് കുറവാവേണ്ട, അതായത് പ്രോഫിറ്റിനെ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇവർ ഡിസ്ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ, അതായത് ഈ മറീനോ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ മറീനോ കൺസോൾഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ, മറീന ഷെൽട്ടേഴ്സിനെ ഇവർ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പോകുന്ന എല്ലാ ഫണ്ടിന്റെ മൂവ്മെന്റും ഇവർ പുറത്തു വിടേണ്ടി വന്നേനെ. അപ്പോൾ അതുകൊണ്ട് ഈ 6 കൊല്ലം ഇവർ ഇതിനെ ഒളിപ്പിച്ച് വളർത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് 2019 നമ്മൾ അതിൻ്റെ ഓരോ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ 2-3 എക്സാമ്പിൾസ് പറയാം. അതായത് ആ കമ്പനി ഉപയോഗിച്ച് ശരിക്കും ഇവർ വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. 2019 ഈ പ്രൊമോട്ടറിന്, അതായത് മാൻ ഇൻഡസ്ട്രീസിലെ പ്രൊമോട്ടറിന് ലിമിറ്റ്ലെസ് കോൺട്രാക്ടിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ ലിമിറ്റ്ലെസ് കോൺട്രാക്ടിംഗ് കമ്പനിക്ക് ഈ കമ്പനി വഴി, മെറീനോ വഴി 48 കോടി ആ പ്രൊമോട്ടറിൻ്റെ ഡോട്ടർ കമ്പനിയിലേക്ക് പോയി. 48 കോടി. ഓക്കെ, അത് മാത്രമല്ല 2018 40 കോടി അഡ്വാൻസ് റിലേറ്റഡ് കമ്പനീസായ 6 കമ്പനീസ്, മാൻ ഇൻഡസ്ട്രീസിൻ്റെ റിലേറ്റഡ് കമ്പനീസായ 6 കമ്പനീസിൽ 40 കോടി കൊടുക്കുകയും പിന്നെ അത് റൈറ്റ് ഓഫും ചെയ്ത് കളഞ്ഞു. അതായത് ഇനി അത് തിരിച്ചു വരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ വന്നു. അതായത് പൈസ വരുന്നു, പൈസ ഡിസപ്പിയർ ചെയ്യുന്നു. ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം. 2017 ഉണ്ടല്ലോ, മാൻ ഇൻഡസ്ട്രീസ് എന്താണ്ട് എനിക്ക് തോന്നുന്നു മാൻ റിയാലിറ്റി എന്ന് പറയുന്ന കമ്പനിക്ക് നമ്മുടെ ഈ മെറീനോ ഷെൽട്ടർ വഴി 110 കോടി ലോൺ കൊടുത്തു. ഓക്കെ, 110 ലോൺ കോടി മെറീനോ ഷെൽട്ടേഴ്സ് വഴി കൊടുത്തു. എന്നിട്ട് മാർച്ച് 31 മുമ്പേ 110 കൊടുത്തു. മാർച്ച് 31 ഈ കണക്ക് ക്ലോസ് ചെയ്യുമല്ലോ, അതിന് മുമ്പായിട്ട് ഒരു 53 കോടി വരവായിട്ട് കാണിച്ചിട്ട് ഈ പറയുന്ന പോലെ മാർച്ചിൽ പൈസ റിട്ടേൺ ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കും. മനസ്സിലായോ? എന്നിട്ട് റിസൾട്ട് ഡിക്ലെയർ, എന്നിട്ട് ഏപ്രിൽ ആകുമ്പോൾ തിരിച്ച് ഈ പൈസ പോകും. മനസ്സിലായി? അങ്ങനത്തെ രീതിയിലാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഇവർ ഈ കമ്പനിയുടെ പല സ്നാപ്ഷോട്ട്സും കാണിക്കുന്നത്
മാർച്ച് 31 മാത്രമേ കാണിക്കുള്ളൂ. ഒരു കൊല്ലം കംപ്ലീറ്റ് ഇതിന്റെ ഇടയിൽ എന്ത് നടന്നു എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യില്ല. മാർച്ച് 31 ഇതാണ് 110 കോടി നമ്മൾ കൊടുത്തു കാണും, പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവർ കാണിക്കുന്നത്. അതായത് 2020 ഇവർ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയി എന്നുള്ള, അതായത് ഇവര് ഒരു ചെക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് 11.5 കോടിക്ക് ചെക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചു. അതായത് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് കണക്ക് കാണിക്കുന്നു. മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ മുതൽ പുതിയ കണക്ക് തുടങ്ങിയപ്പോൾ ജൂൺ ആയപ്പോഴത്തേക്കും ഈ ചെക്ക് എന്നത് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലെ ഫണ്ട് സൈഫണിങ് ആണ് ഇതിനകത്ത് നടന്നതെന്നല്ല. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ എവറിത്തിങ് അണ്ടർ ചെക്ക്, എല്ലാ കാര്യങ്ങളും ക്ലിയർ, നോ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, എല്ലാം ക്ലിയർ ആണെന്നുള്ള. ഇപ്പൊ നോക്കൂ, സെബിയുടെ ഓർഡർ വന്നേക്കണേ. മാനേജ്മെന്റ് എക്സ്ചേഞ്ചിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. അതായത് ഈ പെനാൽറ്റി എന്ന് പറയുന്നത് മിനിമലാണ്, വെറും 25 ലക്ഷം മാത്രമേ ഉള്ളൂ. അതുമല്ല കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലോ ക്യാപിറ്റൽ മാർക്കറ്റായിട്ടോ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ബാനിങ് എ കമ്പനി ഫ്രം ക്യാപിറ്റൽ മാർക്കറ്റ് ഞങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ കോർ ഓപ്പറേഷൻസിനെ ബാധിക്കില്ല. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഈ കമ്പനിക്ക് 4700 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. ഈ ഓർഡർ ഇതിൽ പോലും വിശ്വസിക്കാത്ത ഒരാളുടെ ഈ ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓർഡർ കിട്ടി എന്ന് ഇവർ പറയുന്നത് എങ്ങനെ വേണമെങ്കിലും ആക്കാം. അത് കിട്ടിയെന്ന് പോലെ നമ്മുടെ പ്രേക്ഷകൻ ആരോ ചോദിച്ചിരുന്നു ഓർഡർ ബുക്ക്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് കമ്പനി ഡിസ്ക്ലോസ് ചെയ്യണം. ഇത് കിട്ടിയോ കിട്ടിയില്ലെന്ന് അറിയാൻ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കമ്പനികളുടെ ഓർഡർ ബുക്ക് നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത്. അതുമല്ല, ഈ നിഖിൽ മൻസുഖാനി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം ടി വിയിൽ വന്നു, വൺ ഓഫ് ദ ബ്രദർ. അയാൾ പറയുന്നത് വെച്ചാൽ ഇത് ലെഗസി ഇഷ്യൂ ആയിരുന്നു. അതായത് 2015 തൊട്ട് 2021 വരെയുള്ള ഇഷ്യൂ ആണ്. 2021 ഒരു ഫോറൻസിക് ഓഡിറ്റ് സെബി പറഞ്ഞു. എന്നിട്ട് 4-5 കൊല്ലമായിട്ട് ഇത് വന്നില്ല എന്നുള്ളതാണ്. അതിപ്പോ വന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾക്കാണ് ഇത് എത്രയും പെട്ടെന്ന് ഒരു ലോങ് പെൻഡിങ് മാറ്ററാണ്. ഈ തലവേദന കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. വളരെ നന്നായി അത് ഇപ്പൊ ഇങ്ങനെ ചെയ്തതെന്നുള്ളത്. ഇപ്പതാ ഞങ്ങളെല്ലാം മറ്റേ ഡിസ്പോസ് ചെയ്തേക്കുന്നു. മറീന എന്ന് പറയുന്ന കമ്പനിയെ, മെറീനോ ഷെൽട്ടേഴ്സിനെ ഞങ്ങൾ ഡിസ്പോസ് ചെയ്തിരിക്കുന്നു. 70 കോടി ഞങ്ങൾ റിക്കവർ ചെയ്തു. 4-5 കൊല്ലം കൊണ്ട് 600 തൊട്ട് 700 കോടി തിരിച്ചു വരും. പിന്നെ എന്തിനാ പേടിക്കുന്നത്? കഴിഞ്ഞു, മുന്നോട്ട് നമുക്ക് നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് വെച്ചാൽ ഇത് നിങ്ങൾ പറയുന്നില്ലേ, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ് 2014-15 മുതൽ 2021. പക്ഷേ ഞങ്ങളുടെ ഇന്റേണൽ കമ്പനി മീറ്റിംഗ്സിൽ, അതായത് ബോർഡ് മീറ്റിങ്ങുകളിലും AGM-ലൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് നമ്മുടെ അറിയിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ പ്രിൻസിപ്പൾ മാത്രമല്ല, ആ കമ്പനിക്ക് കൊടുത്ത പ്രിൻസിപ്പൾ മാത്രമല്ല, ഇൻട്രസ്റ്റും കൂടെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, 23 തൊട്ട് 24 വരെ ഞങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്ത് കാണിച്ചല്ലോ. അതിനുശേഷം ഇത് വിറ്റ് അതിന്റെ കാശും ഒക്കെ ഞങ്ങൾ ഇതിലേക്ക് വരവ് വരുത്തിയല്ലോ എന്നിങ്ങനെ പല കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് വെച്ചാൽ, അതായത് ഞങ്ങൾ എന്തുകൊണ്ട് 6 കൊല്ലം ഡിസ്ക്ലോസ് ചെയ്തില്ല എന്ന് വെച്ചാൽ, രമേഷ് മൻസുഖാനിയും അദ്ദേഹത്തിന്റെ ബ്രദർ ജഗദീഷ് മൻസുഖാനിയും, ഈ പറയുന്ന ആൾ ഒരു ബ്രദറാണെന്നല്ല, അവർ തമ്മിൽ വഴക്കായിരുന്നു. അവർ തമ്മിലുള്ള ഫാമിലി ഡിസ്പ്യൂട്ട് വന്നപ്പോൾ 2014-15 ഈ 2 കമ്പനികളും സെപ്പറേറ്റ് ചെയ്തപ്പോൾ മെറീനോ ഷെൽട്ടേഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കമ്പനിയായ മാൻ ഇൻഡസ്ട്രീസിന്റെ കീഴിലേക്ക് വന്നതിന് ശേഷം ജഗദീഷ് മൻസുഖാനി ഇതിന്റെ കൂടെ അവകാശം പറഞ്ഞു വന്നത് കാരണം അന്ന് ബോംബെ ഹൈക്കോർട്ടിൽ ഒരു ഒരു ഫാമിലി കേസ് കിടക്കുന്നത് കാരണം ഞങ്ങളത് 6 കൊല്ലത്തേക്ക് കാണിച്ചില്ല. അതായത് അവരുടെ ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിനില്ല, അവരുടെ ആവശ്യത്തിന് കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്താൽ തന്നെ 3 കോടിയുടെ ഇമ്പാക്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ്. അതായത് 10 കൊല്ലം കൊണ്ട് 10,000 കോടി ടോപ്പ് ലൈനുള്ള കമ്പനിയാണ് മാൻ ഇൻഡസ്ട്രീസ്. അതിൽ 3 കോടി എന്ന് പറയുന്നത് മിനിസ്ക്യൂൾ അല്ലേ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സിസ്റ്റർ കമ്പനിക്ക്, അതായത് മകളുടെ കമ്പനിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഞങ്ങൾ കൊടുത്തത് 1986 ഇൻഫ്രാസ്ട്രക്ചർ ആക്ട് പ്രകാരമാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നല്ല. അതായത് ഒരു ലോണും ഞങ്ങൾ എഴുതിത്തള്ളിയിട്ടില്ല, എല്ലാത്തിനും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടി, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് സെബി ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷനിലാണ് ഇത് പറ്റിപ്പോയത്. ഞങ്ങൾ എന്തായാലും അപ്പീലിന് പോകുന്നു, ഇൻട്രസ്റ്റോട് കൂടിയാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എന്നുള്ളതാണ് അവർ പറയുന്ന റീസൺസ് എന്ന് പറയുന്നത്. അതായത് സെബി പറയുന്നതാണ് തെറ്റ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഞങ്ങൾ വളരെ നിഷ്കളങ്കരായിരുന്നു എന്നുള്ളതാണ്. എല്ലാ ഫണ്ടും ഇൻ പ്ലേസ് ആണ്. ഞങ്ങൾക്ക് ഇനി മാർക്കറ്റിൽ അക്സസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം ഞങ്ങളുടെ എല്ലാ ഫണ്ട് റൈസിങ്ങും കഴിഞ്ഞു, കപ്പാസിറ്റി അഡീഷൻ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോണു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് വെച്ചാൽ ഇതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നു, ഇതൊക്കെ ഞങ്ങൾ ക്ലിയർ ആയിട്ടാണ് ചെയ്തത്, സെബി തെറ്റാണ്, നമ്മൾ തെറ്റാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് മാൻ ഇൻഡസ്ട്രീസിന്റെ പ്രൊമോട്ടേഴ്സ് പറഞ്ഞു വയ്ക്കുന്നത്. പ്ലീസ്, ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് പ്രേക്ഷകരോടാണ്, ഒരിക്കലും അപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് ശരിയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ 3 കോടി 4 കോടിയുടെ ഇമ്പാക്റ്റ് അല്ലേ ഉള്ളൂ. ഇത് ചിലപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി 2 ദിവസം കഴിഞ്ഞ് മാനേജ്മെന്റ് ഈ കമന്ററി വന്നപ്പോൾ സ്റ്റോക്ക് ഒന്ന് തിരിച്ചു കയറി. തീർച്ചയായിട്ടും അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മേടിച്ച് അത് കറക്റ്റ് ആണെങ്കിൽ സ്റ്റോക്ക് തിരിച്ചു കയറുകയും ചെയ്യും. ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം,
സ്റ്റോക്ക് ചിലപ്പോൾ ഇവിടുന്ന് ഡബിൾ ആവുമായിരിക്കും, ട്രിപ്പിൾ ആവുമായിരിക്കും, മൈനസ് ആവുമായിരിക്കും. ഇതൊന്നും പറയാൻ എനിക്കറിയില്ല. ഇത് അറിയാമെങ്കിൽ പിന്നെ ഞാൻ ഈ പണി തന്നെ നിർത്തിയിട്ട് ഞാൻ അതിലെല്ലാ കാശും വീട് വിറ്റ് മേടിച്ചാൽ പോരെ. അപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ വ്യക്തിയുടെ വാക്കുകൾ ഞാൻ എന്തിനു വിശ്വസിക്കണം എന്നുള്ളത്. ഈ പൈസ ഇതിൽ നിന്നുള്ള അപ്രീസിയേഷൻ എനിക്ക് വേണ്ട എന്നുള്ളത് ഞാൻ ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞാൽ മണി സേവ്ഡ് ഈസ് മണി ഏൺഡ് എന്നാണ്. ഇവിടെ 1500 വേറെ നല്ല കമ്പനികൾ നല്ല വാല്യുവേഷനിൽ കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് ഇതിൻ്റെ പുറകെ പോയിട്ട് ആ ഒരു രീതിയിൽ കിട്ടാൻ നോക്കുന്നത് എന്നുള്ള കാര്യം. ബാഡ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ഇഷ്യൂ ആണ്. അത് അവരുടെ രക്തത്തിലുള്ളതാണെന്നുള്ളത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഇനി വേണമെങ്കിൽ ഇവരുണ്ടല്ലോ മാർക്കറ്റിൽ ഓപ്പറേറ്റേഴ്സിനെയും ബ്രോക്കേഴ്സിനെയും ഉപയോഗിച്ച് ഈ ഷെയർ വേണമെങ്കിൽ അടിച്ചു പൊക്കിക്കും. ആ രീതിയിൽ വരെ ചെയ്യും ഇതിന് വേണ്ടിയിട്ടുള്ള. പണ്ട് സൈഫണിങ്ങിന്റെ ഒരു ഇഷ്യൂ വന്ന കമ്പനി ഏതെന്നറിയോ? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ സത്യം സാഗ. ഇന്ന് രാമലിംഗ രാജു ജയിലിലാണ്. സത്യം എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് നമ്മളെല്ലാവരും ഹോൾഡ് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും പൈസ സൈഫൺ ഓഫ് ചെയ്ത് റിലേറ്റഡ് കമ്പനിയായ മകന്റെ കമ്പനി മേത്താസ് ഇൻഫ്രാസ്ട്രക്ചർ MAYTS സത്യം തിരിച്ചിടുന്നതാണ് മേത്താസ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഈ പൈസ മാറ്റിയതെന്നുള്ള. പിന്നെ ആ പൈസ വന്നിട്ടില്ല. ഈ സ്കാം പുറത്തു വരുന്നതിന് ഒരു മാസം മുമ്പേ പീകോക്ക് അവാർഡോ എന്തോ അവാർഡൊക്കെ കയറി സത്യം എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ TV ചാനലിലും ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നു. കിട്ടിയ അവാർഡിന് കയ്യും കണക്കൂല. ഈ അവാർഡ് കിട്ടിയതോടനെ ആൾക്കാരത് കൂടുതൽ പോയി മേടിക്കേണ്ടത്. ബെസ്റ്റ് മാനേജ്മെന്റ് കമ്പനി, ദ ബെസ്റ്റ് CEO, ദ ബെസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ, എന്താ പറയുക, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഏത് അവാർഡ് യു നെയിം ഇറ്റ് ദേ ഹാഡ് ഇറ്റ്. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് സത്യം സാഗ ഇന്ത്യയിൽ സംഭവിക്കണം എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല. നിങ്ങളുടെ ഇൻഫർമേഷനോ വേണ്ടി മാത്രം ഒരു അക്കാഡമിക് പ്രൊഫസർ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ റെക്കമെൻഡേഷനിൽ മാത്രം ചെയ്യാമെന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഓവർ ടു ജാസ്മിൻ. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവരുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.